മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു ടോപ്പിക്കിലേക്ക് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് വന്നെത്താനായിട്ട് കഴിയുകയുള്ളൂ. എന്തായാലും ക്ഷമയോടുകൂടെ നിങ്ങൾ കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഡിസ്കഷൻ അല്ലെങ്കിൽ സംസാരിച്ച് ഞാൻ തുടങ്ങുകയാണ്. അപ്പൊ വെറുതെ കുറേയേറെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. ഈ കേൾക്കുന്ന കാര്യങ്ങള് നിങ്ങളുടെ മനസ്സിലും പതിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്ലൈഡ്സ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ കുറെ കൂടെ കാര്യങ്ങൾ വ്യക്തമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ ആദ്യമായി നമ്മള് ഈ ജെൻഡർ എന്താണ്, ജെൻഡർ ഇക്വാളിറ്റി എന്താണ് എന്ന് നമ്മൾ എന്താണ് വിചാരിച്ചിരുന്നത് അതിനെ കുറിച്ച് എന്നതാണ് ഞാൻ ആദ്യമായി പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഈ സ്ലൈഡിന്റെ ഈ ടൈറ്റിൽ ദ സെക്കൻഡ് സെക്സ്, ഈ ടൈറ്റിൽ കാണുമ്പോൾ ചിലർക്ക് ഇച്ചിരി അരോചകമായിട്ട് തോന്നിയേക്കാം, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ തുടങ്ങുന്നത് എന്ന് വിചാരിച്ചേക്കാം. ഞാനൊന്ന് ഇന്റർവ്യൂ ചെയ്യുവാണ്. ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടോ? ഇസ് ഇറ്റ് ക്ലിയർ? കേൾക്കാം വ്യക്തമാണ് മാഡം. വ്യക്തമാണല്ലോ അല്ലേ? സ്ലൈഡ്സ് കാണുന്നുണ്ടോ? കാണാം. സ്ലൈഡ്സും കാണാം. ഓക്കെ, താങ്ക് യു. ദ സെക്കൻഡ് സെക്സ്, ഈ ഒരു ടൈറ്റില് ഇതൊരു പുസ്തകത്തിന്റെ പേരാണ്. സിമോൺ ദി ബുവേ എന്ന പേരുള്ള ഒരു ഫ്രഞ്ച് റൈറ്റർ, അവർ ആദ്യകാല ഒരു ഫെമിനിസ്റ്റ് വർക്കർ കൂടെയാണ്. ആ ലേഡി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ദ സെക്കൻഡ് സെക്സ്. ഈ പുസ്തകത്തിൽ അവര് സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സ്ത്രീക്ക് വേണ്ടുന്ന റൈറ്റ്സ്, അതിനെ കുറിച്ചൊക്കെയാണ് ഈ പുസ്തകം പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഞാൻ എന്തുകൊണ്ട് ദ സെക്കൻഡ് സെക്സ് എന്നുള്ള ഈ ടൈറ്റിൽ ഇവിടെ എഴുതി എന്ന് ചോദിച്ചാൽ, മെയിൽ ഇസ് നോട്ട് ആട്രിബ്യൂട്ടഡ് ദ ടൈറ്റിൽ ഫസ്റ്റ് സെക്സ്. ഒരിക്കലും നമ്മൾ ഒരു മെയിൽ മെമ്പറെ നമ്മൾ ഫസ്റ്റ് സെക്സ് എന്ന് പരാമർശിക്കാറില്ല. ബട്ട് വെൻ ഫീമെയിൽ ഇസ് കോൾഡ് ദ സെക്കൻഡ് സെക്സ്, ദ ഇംപ്ലിക്കേഷൻ കറസ്പോണ്ട്സ്. പക്ഷെ സ്ത്രീകളെ പലപ്പോഴും സെക്കൻഡ് സെക്സ് എന്ന് മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും പുരുഷന് ആ ഒരു ഫസ്റ്റ് സെക്സിന്റെ സ്ഥാനമാണ് കൽപ്പിച്ച് കിട്ടുന്നത്. ഇന്നത്തെ പ്രസന്റ് ഡേ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? നമുക്കറിയാം, ഇന്ന് there are sufficient laws to protect the rights of women. അന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ലോകവ്യാപകമായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കിയ സമയത്തൊന്നും പലപ്പോഴും ഇത്തരം റൂൾസ് ഇൻകൾക്കേറ്റ് ചെയ്യപ്പെട്ടില്ല എങ്കിൽ പോലും പിന്നീട് കാലത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് ഒരുപാട് നിയമങ്ങൾ സ്ത്രീകളുടെ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. വയലേറ്റേഴ്സ് ആർ പീനലൈസ്ഡ്. ഇത് അവോയ്ഡ് ചെയ്യാത്ത ആളുകൾ അവർ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. വിമൻ എസ്റ്റാബ്ലിഷിംഗ് ദംസെൽഫ് ഇൻ ഓൾ വാക്സ് ഓഫ് ലൈഫ്. ഇന്ന് നമ്മൾ കാണുന്നത് സ്ത്രീകൾ എല്ലാ മേഖലയിലും അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഏതാണ്ട് തുല്യ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ദി ആർ എഡ്യൂക്കേറ്റഡ്, ദി ആർ ഏർണിംഗ്, ദി ആർ എലിജിബിൾ. അല്ലെ, നമ്മൾ കാണുന്നുണ്ട് സ്ത്രീകള് വിദ്യാഭ്യാസമുണ്ട്, അവര് പുരുഷനോടൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെയോ ഏൺ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യത്തിലും അവർ എലിജിബിൾ ആണ്. ദെൻ പിന്നെ എന്താണ്? വൈ ഡസ് ദ ക്രൈ ഫോർ ഇക്വാളിറ്റി സ്റ്റിൽ എക്കോസ്? പക്ഷെ ഇന്ന് നമ്മൾ ഇക്വാളിറ്റി എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല കോർണേഴ്സിൽ നിന്നും നമ്മൾ മുറവിളികൾ കേൾക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ? ഇത്രയേറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്, ആളുകൾക്ക് അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ട്. പക്ഷെ എന്നിട്ട് പോലും നമ്മളിപ്പോഴും അതൊരു ഇഷ്യൂ ആയിട്ട് തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കാം? അടുത്തൊരു ചോദ്യം, ഡു വിമൻ റിയലി സഫർ? അല്ലെങ്കിൽ അത് വെറുതെ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണോ, അല്ലെങ്കിൽ അത് ഒരു ഹൈപ്പാണോ? ശരിക്കും സ്ത്രീകൾ സഫർ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടാണ് അതിനുള്ള മറുപടി. An estimated 1 out of every 3 women worldwide has experienced sexual or physical violence at home, in her community, and or in the workplace. ഇത്തിരി വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അല്ലെ? An estimated 1 out of every 3 women, 3 സ്ത്രീകളെ നമ്മൾ കൺസിഡർ ചെയ്താൽ അതിൽ ഒരു സ്ത്രീ വേൾഡ് വൈഡ് ആയിട്ട്, അത് ഒരിടത്തെ വിഷയം മാത്രമല്ല, വേൾഡ് വൈഡ് ആയിട്ട് she has experienced sexual or physical violence. എവിടെയൊക്കെ? സ്വന്തം വീടിനകത്ത്, where she ought to be very much protected. സ്വന്തം വീടിനകത്ത്, സ്വന്തം സമൂഹത്തില്, വർക്ക് പ്ലേസിൽ. ഇതാണ് ഇന്നത്തെയും സിനാറിയോ.
Women across the world in all socio-economic levels of society, they face various forms of unfair treatment. Women all across the world. അവർ എന്ത് തരത്തിലുള്ള സൊസൈറ്റിയിലായിരുന്നാലും എന്ത് തരത്തിലുള്ള ഇക്കണോമിക് ബാക്ക്ഡ്രോപ്പിലായാലും സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും അവർ ഏത് ലെവലിലാണെങ്കിൽ പോലും they face various forms of unfair treatment. ന്യായമില്ലാത്ത പെരുമാറ്റത്തിന് അവര് വിധേയപ്പെടുന്നുണ്ട്. ഇൻക്ലൂഡിങ് ഡിസ്ക്രിമിനേഷൻ. അവർ ഒരു സ്ത്രീ ആണെന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. they face harassment, they face domestic violence and sexual abuse. Other forms of abuse that are particularly prevalent in certain countries or cultural contexts include child marriage. ഇന്ത്യ അങ്ങനെ ഒരിടമായിരുന്നു. ഇന്ന് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇടക്കൊക്കെ നമ്മൾ എബ്രേഷൻസ് കേൾക്കുന്നുണ്ട്. ഫോഴ്സ്ഡ് മാരേജ്, താല്പര്യമില്ലാത്ത വിവാഹത്തിൽ ഏർപ്പെടേണ്ടി വരുന്നുണ്ട്. ഓണർ കില്ലിങ്സ്, അഭിമാനക്കൊല. കേരളം പോലുള്ള സ്ഥലത്തിന് ഇത് അന്യമായിരുന്നു. വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മൾ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നടന്നിട്ടുള്ള ഏതാനും ചില കൊലകളിൽ നമ്മൾ ഈ വാക്ക് അഭിമാനക്കൊല, മീഡിയ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണോ അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം പോയതില്, ജാതി വ്യത്യാസം ഉണ്ടായതില് പെൺകുട്ടിയുടെ അച്ഛൻ ആ പയ്യനെ കൊലപ്പെടുത്തി, പെൺകുട്ടിയെ കൊലപ്പെടുത്തി, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഡിപ്രൈവേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിന് സാധ്യത ഉണ്ടായിട്ട് പോലും, സർക്കാർ സൗജന്യ വിദ്യാഭ്യാസം നൽകിയിട്ട് പോലും പെൺകുട്ടികളെ പഠിക്കാൻ വിടാതിരിക്കുക. വടക്കേ ഇന്ത്യയിലൊക്കെ ഇത് സ്ഥിരമാണ്. ഇളയ കുട്ടികളെ വളർത്താൻ വേണ്ടി മൂത്ത പെൺകുട്ടികളെ വീട്ടിൽ റീറ്റെയിൻ ചെയ്യുക, പാടത്തെ പണികൾ ചെയ്യാനായിട്ട്, അടുക്കള ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ റീറ്റെയിൻ ചെയ്യുക, അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കാതിരിക്കുക. ഡിനയൽ ഓഫ് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി റൈറ്റ്സ്. ഡിനയൽ ഓഫ് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി റൈറ്റ്സ്. സ്വത്തിന് അവകാശം കൊടുക്കാതിരിക്കുക, വെൽത്തിന്, പിതാവിന്റെ സ്വത്തിന് അവകാശം കൊടുക്കാതിരിക്കുക. നിങ്ങളിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും, വളരെ പ്രസിദ്ധയായ എഴുത്തുകാരിയായ അരുന്ധതി റോയുടെ അമ്മ മേരി റോയ് ഒരു കേസ് കൊടുക്കുകയും ആ കേസിന്റെ വെളിച്ചത്തിൽ ലഭിച്ച വിധി ഇന്ന് ഒരു മൈൽ സ്റ്റോൺ ആണ് സൊസൈറ്റിയിൽ. ആ കേസ് എന്തായിരുന്നെന്ന് വെച്ചാല്, ക്രിസ്ത്യൻ ഫാമിലീസില് പെൺകുട്ടി വിവാഹം കഴിച്ചയക്കുമ്പോ അവൾക്ക് സ്വർണമായിട്ടും പണമായിട്ടും ഡൗറി, സ്ത്രീധനം നൽകാറുണ്ടായിരുന്നു. സ്ത്രീധനം നിരോധിക്കുന്നതിന് മുൻപുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സൊസൈറ്റിയിൽ ഈ സ്ത്രീധനം എന്ന് പറഞ്ഞ സംഗതി വെൽ ആക്സെപ്റ്റഡ് ആയിരുന്നൊരു കാലത്ത്. അപ്പൊ പെൺകുട്ടിക്ക് സ്ത്രീധനം നൽകുന്നു, അവളെ വിവാഹം കഴിച്ചയക്കുന്നു. പിന്നീട് തന്റെ പിതാവിന്റെ സ്വത്തിലോ സ്ഥലത്തിലോ അവൾക്ക് യാതൊരുവിധ അവകാശവുമില്ല. പക്ഷെ മേരി റോയ് കേസ് കൊടുത്തു, തനിക്ക് തന്റെ പിതാവിന്റെ സ്വത്തിന് അവകാശം വേണം എന്ന് പറഞ്ഞിട്ട്. അവരെ അതിന് പ്രോബ് ചെയ്ത് മാറ്റേഴ്സ് എന്താണെന്ന് അവർക്ക് മാത്രമേ അറിഞ്ഞുള്ളൂ. ഒരു പക്ഷേ ഷീ മസ്റ്റ് ഹാവ് ബീൻ ഇൻ an urgency, in a need for such things, or maybe she thought that it was not the proper thing that only sons should, ആൺമക്കള് മാത്രം പിതാവിന്റെ സ്വത്ത് അനുഭവിക്കുക എന്നുള്ളത് ശരിയല്ല എന്ന് ഒരു പക്ഷെ അവർക്ക് തോന്നിയിട്ടുണ്ടാവും. whatever it is, she filed a case. എന്തായാലും ആ കേസിന്റെ ഔട്ട്കം ഇതായിരുന്നു, വിധി എങ്ങനെയായിരുന്നു, എല്ലാ മക്കൾക്കും തുല്യ അവകാശം, ഇറസ്പെക്റ്റീവ് വെദർ ഇറ്റ് ഇസ് എ സൺ ഓർ ഡോട്ടർ, മകനാണോ മകളാണോ എന്നതിന് റെസ്പെക്റ്റീവ് ആയിട്ട് എല്ലാ മക്കൾക്കും പിതാവിന്റെ സ്വത്തില് തുല്യ അവകാശം. അപ്പൊ അതിനെയാണ് ഇന്ന് നമ്മൾ ക്രിസ്ത്യൻ പിന്തുടർച്ച അവകാശ നിയമം എന്ന പേരിൽ പറയുന്നത്. അപ്പൊ അതൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഡിനയൽ ഓഫ് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് ലാക്ക് ഓഫ് ആക്സസ് ടു വർക്ക് ആൻഡ് ടു ഹെൽത്ത് കെയർ. വിദ്യാഭ്യാസമുണ്ട്, ജോലി ചെയ്യാൻ സന്നദ്ധതയുണ്ട്, പക്ഷേ പല ഫാമിലീസിലും ഇന്നും ഉണ്ട് സ്ത്രീകളെ ജോലിക്ക് വിടാതിരിക്കുക. പിന്നെ മറ്റൊന്ന് ഹെൽത്ത് കെയർ. അതായത് ഒരു സ്ത്രീക്ക് അവളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കുടുംബത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയോ നിരന്തരം ജോലിയെടുക്കുകയും സ്വയം ഇങ്ങനെ ഇല്ലാതായി പോവുകയും അനാരോഗ്യം മൂലം, പ്രസവം മൂലമൊക്കെ മരണങ്ങളൊക്കെ നമ്മൾ അറ്റ്ലീസ്റ്റ് ടിവിയിലെങ്കിലും നമ്മളത് കാണുന്നുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്ത് അത്രയേറെ ഇല്ല എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെയും അവസ്ഥ. People often argue that most Western societies
ഹാവ് അച്ചീവ്ഡ് ജെൻഡർ ഇക്വാളിറ്റി. വെസ്റ്റേൺ കൺട്രീസിലാണ് ഇതുപോലുള്ള മൂവ്മെന്റുകൾ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള തുല്യത മൂവ്മെന്റുകളൊക്കെ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ഏർലി ഇനഫ് നേരത്തെ തന്നെ ഇത് അച്ചീവ് ചെയ്യുകയും ഇത്തരം നിയമങ്ങളൊക്കെ കൊണ്ടുവരികയും നടപ്പാക്കുകയും ചെയ്തിരുന്നു. അവിടെയാണ് ആ മൂവ്മെന്റ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടെ അതിന്റെ റിഫ്ലക്ഷൻ ആദ്യം ഉണ്ടായി. പിന്നീടാണ് മറ്റു രാജ്യങ്ങളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ഒക്കെ അത് വ്യാപിച്ചത്. വിമൻ ഹാവ് ഓൾ ദി സെയിം ലീഗൽ റൈറ്റ്സ് as men and workplace discrimination based on gender is illegal. ഇതൊക്കെ അവിടെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. വർക്ക്പ്ലേസ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ ജെൻഡർ ഇസ് ഇല്ലീഗൽ. ഇതൊക്കെയാണെങ്കിലും despite this, feminists continue to argue that the battle for gender equality is not yet won. ഫെമിനിസ്റ്റുകൾ, ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നവര് പറയുന്നത് ഇപ്പോഴും ആ പറയുന്ന ജെൻഡർ ഇക്വാളിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാണ്. ചോദ്യം ഇതാണ്, വൈ, എന്തുകൊണ്ട്? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു അല്പം പുറകോട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ കൈൻഡിന്റെ ഒരു എവല്യൂഷൻ, ആ ഒരു കാലഘട്ടത്തിലേക്ക് ഒന്ന് നമ്മൾ തിരിഞ്ഞു നോക്കണം. When humankind was evolved, it evolved as male and female. Humans are bisexual. എന്തുകൊണ്ട് പ്രകൃതി അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഇസ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് സ്പീഷീസ്. നിങ്ങൾക്കറിയാം, മെയിലിന്റെയും ഫീമെയിലിന്റെയും ജീൻ പൂൾ മിക്സപ്പ് ഇറ്റ് ലീഡ്സ് ടു വെറൈറ്റി. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് ഒരു മനുഷ്യനെ പോലെയല്ല മറ്റൊരു മനുഷ്യൻ. അത് കാഴ്ചയിലോ ഉള്ള കാര്യങ്ങൾ മാത്രമല്ല, പകരം ഇമ്മ്യൂണിറ്റിയില്, സർവൈവൽ ക്വാളിറ്റീസില്. അപ്പൊ ആ ജീൻ പൂൾ മിക്സപ്പ് അതിന് വളരെയേറെ ആകുന്നുണ്ട്. എന്തിനു വേണ്ടി? ഈ സ്പീഷീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി. നേച്ചറിന് അതാണ് ഇമ്പോർട്ടന്റ്. ഒരു സ്പീഷീസ് സർവൈവ് ചെയ്യുക, അത് മെച്ചപ്പെട്ട ഒരു ഫോമിലേക്ക് മാറുക എന്നുള്ളതാണ് പ്രകൃതിയുടെ ആവശ്യം. ഇനി ഈ തുടക്കകാലത്ത് നമ്മളൊരു ഹണ്ടർ ഗ്യാദറർ സ്റ്റേജ് ആണ് കാണുന്നത്. എന്താണ് ഈ ഹണ്ടർ ഗ്യാദറർ സ്റ്റേജ്? നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ബീയിങ്സ് ബൈസെക്ഷൽ ആണ്, മെയിൽ ആൻഡ് ഫീമെയിൽ. അവിടെ ഒരു ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടായി. ചെയ്യുന്ന തൊഴില് അല്ലെങ്കിൽ അവർ വ്യാപൃതമാകുന്ന കാര്യങ്ങളിൽ ഒരു കറക്റ്റ് ഡിമാർക്കേഷൻ ഉണ്ടായി. വിമൻ അല്ലെങ്കിൽ ഫീമെയിൽ, ദേ വർ നെസ്റ്റ് ഡിഫെൻഡേഴ്സ്. നെസ്റ്റ് എന്നുള്ളതിന് ആ സമയത്ത് ഒരു ഡെഫിനിഷൻ വന്നിട്ടില്ല. കുഞ്ഞുങ്ങളെയുമായിട്ട് എവിടെ ഇരിക്കുന്നോ അതിനെയാണ് ഒരു നെസ്റ്റ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ആ കുഞ്ഞുങ്ങളെ ഡിഫെൻഡ് ചെയ്യുക, കുഞ്ഞുങ്ങളെ വേറെ മൃഗങ്ങൾ കടിച്ചുകൊണ്ട് പോകാതിരിക്കുക, ആക്രമിക്കാതിരിക്കുക, തിന്നുകളയാതിരിക്കുക, ഇതെല്ലാം നോക്കിക്കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി വെച്ചുകൊണ്ട് ഫീമെയിൽ അവരുടെ കൂടെ തന്നെ ഇരുന്നു. ആ സമയത്ത് മെയിൽ എന്താണ് ചെയ്തത്? ഹി വെന്റ് ഔട്ട് either for gathering food. പഴവർഗ്ഗങ്ങളൊക്കെ അവിടെ നിന്നോടൊന്നൊക്കെ ഇറക്കി കൊണ്ടുവരിക, അതായിരുന്നു തുടക്കത്തിൽ ഫുഡ് ഗാദറിംഗ് സ്റ്റേജ്. പിന്നീട് ചെയ്തത് എന്താണെന്ന് വെച്ചാല് ഈ വെപ്പൺസ് അവർക്ക് ചെയ്തെടുക്കാനായിട്ട്, ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയൊരു സാഹചര്യത്തില് ആ വെപ്പൺസ് ഉപയോഗിച്ച് അവർ ഹണ്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ചെറുമൃഗങ്ങളെയൊക്കെ കൊന്നുകൊണ്ടുവരാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് മാൻ അല്ലെങ്കിൽ ഒരു മെയില് ഒരു ഹണ്ടറിന്റെ ഫോമിലേക്ക് മാറുന്നത്. ഈ രണ്ട് കാര്യങ്ങളും വാസ് നെസസറി ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമാനിറ്റി. ഈ ഓഫ് സ്പ്രിങ്സിനെ വേറെ മൃഗങ്ങൾ കടിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തൊരു തലമുറയില്ല. അപ്പൊ അടുത്തൊരു തലമുറ ഉണ്ടാകണം, ആ ജീൻ പൂൾ പാസ് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഫീമെയിൽ മെമ്പർ ഈ കുഞ്ഞുങ്ങളെ സുരക്ഷിതരായിട്ട് വെക്കണം. ഇനി അവരെ സുരക്ഷിതരായിട്ട് വെച്ചാൽ മാത്രം മതിയോ? അവർ വളരണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം വേണം. ഈ ഭക്ഷണം എവിടെ നിന്നാണ്? ഈ മെയിൽ മെമ്പർ, ഈ ഹണ്ടർ പുറത്തു പോയി ഹണ്ട് ചെയ്ത് അല്ലെങ്കിൽ ഗ്യാദർ ചെയ്ത് കൊണ്ടുവരുന്ന ഭക്ഷണമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത്. അപ്പൊ ഈ രണ്ട് പ്രവൃത്തിയും എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു ഗെറ്റ് ദി ഓഫ് സ്പ്രിങ്സ് സർവൈവ്. ദിസ് ഇവോൾവ്മെന്റ് ഹാപ്പൻഡ് ഓർ ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ നെസസിറ്റി. അതായത് സ്ത്രീ കുഞ്ഞുങ്ങളെ നോക്കുക, പുരുഷൻ ഹണ്ട് ചെയ്യാൻ പോവുക. ഇറ്റ് വാസ് എൻ ഇവോൾവ്മെന്റ് ബേസ്ഡ് ഓൺ നെസസിറ്റി. The male who took up the role of hunter-gatherer, he turned muscular. കാരണം കായികാധ്വാനമാണ്. His testosterone level went high. നിങ്ങൾക്ക് അറിയാമായിരിക്കും, പുരുഷന്റെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോണും ഉണ്ട്, ഈസ്ട്രജനും ഉണ്ട്. സ്ത്രീയുടെ ശരീരത്തിലും ഇത് രണ്ടും ഉണ്ട്.
പക്ഷെ പുരുഷന്റെ ശരീരത്തില് ടെസ്റ്റാസ്ട്രോൺ ലെവൽ ഹൈയും സ്ത്രീയുടെ ശരീരത്തില് ഈസ്ട്രജൻ ലെവലും ആണ് ഹൈ ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ഈ ടെസ്റ്റാസ്ട്രോൺ ലെവൽ ഹൈ ആവുമ്പോഴേക്കും അവൻ കൂടുതൽ അഗ്രസീവ് ആകുന്നു, അവൻ ചെയ്യാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ വളരെ മാസീവായിട്ട് ചെയ്യുന്നു. ഇതിന് നമുക്ക് എവിടെ നിന്നാണ് ഒരു പ്രൂഫ് ഉള്ളതെന്ന് ചോദിച്ചാല് 7 മില്യൺ ഇയേഴ്സ് എഗോ ജീവിച്ചിരുന്ന ഹോമിനിഡ്സിന്റെ ഫോസിൽസ് നമ്മൾ അറ്റൈൻ ചെയ്തിട്ടുണ്ട്. ആ ഫോസിൽസിൽ പരിശോധിച്ചതിൽ നിന്ന് ഈ പുരുഷന്റെയും സ്ത്രീയുടെയും അനാറ്റമിയിൽ തന്നെ ഗണ്യമായ വ്യത്യാസമുണ്ട്. ഹൈറ്റിന്റെ കാര്യത്തിലും ഷോൾഡറിന്റെ തോളളവിന്റെ കാര്യത്തിലും ഒക്കെ വളരെയേറെ വ്യത്യാസമുണ്ട് ഈ സ്ത്രീയും പുരുഷന്റെയും അനാറ്റമിയിൽ. So the kind of job they were indulged in, the labor they were indulged in, gave them a difference in the anatomy itself. Now, one more thing is that the female who were the nest defenders, ഈ കുഞ്ഞുങ്ങളെ നോക്കി നെസ്റ്റ് ഡിഫെൻഡ് ചെയ്തിരിക്കുന്ന സ്ത്രീ, അവൾക്കും സർവൈവ് ചെയ്യണമെങ്കിൽ ഭക്ഷണം വേണം. പക്ഷെ ഈ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഭക്ഷണം അന്വേഷിച്ച് പോകാനായിട്ട് തയ്യാറല്ല. കാരണം അപ്പോ പ്രകൃതി വിചാരിച്ച ഒരു സംഗതി അവിടെ നടക്കില്ല. ദാറ്റ് ദീസ് ഓഫ്സ്പ്രിങ്സ് ആർ ടേക്കൺ കെയർ ഓഫ്. അവരെ വേറെ മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി വെക്കുക എന്നുള്ള കാര്യം നടക്കാത്തത് കൊണ്ട് ഷീ റിമെയിൻഡ് ഇൻ ദ നെസ്റ്റ്, ബട്ട് ഷീ റിക്വയർഡ് ഫുഡ്. അവർക്ക് ഭക്ഷണം ആവശ്യമുണ്ട്. ആ ഭക്ഷണം ആര് തന്നെ കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വന്നു? ഈ മെയിൽ മെമ്പർ അല്ലെങ്കിൽ ഹണ്ടർ തന്നെയാണ് ആ ഭക്ഷണവും കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വന്നത്. സോ വാട്ട് ഹാപ്പൻഡ്? Hence female, she turned into a submissive mode for the survival of the species. ഈ സ്പീഷീസിന്റെ സർവൈവലിന് വേണ്ടി സ്ത്രീ അല്ലെങ്കിൽ ഫീമെയിൽ, she too had to be submissive. She too had to depend on the hunter for her food. After that, in the next stage, settlements happened. ഈ അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി ആരംഭിച്ചതോടുകൂടി ഇവര് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാൻ തുടങ്ങി, താമസിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഈ സോഷ്യൽ സെറ്റിൽമെന്റ്സ് ഉണ്ടാകുന്നത്. ഈ സോഷ്യൽ സെറ്റിൽമെന്റ്സ് ഉണ്ടായപ്പോഴും വർക്ക് ഫോഴ്സ്, മെജോറിറ്റി ഓഫ് ദ വർക്ക് ഫോഴ്സ് വെന്റ് ടു ദ മെയിൽ. കാരണം നിലമുഴുവുക അങ്ങനത്തെ വളരെ ലബോറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പുരുഷനാണ് അപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾ ചിത്രങ്ങളൊക്കെ കാണുമ്പോഴേക്കും അതിനകത്ത് സ്ത്രീയും കൊയ്യുന്നില്ലേ, വിത്ത് വിതക്കുന്നില്ലേ? Those are comparatively jobs which are less laborious. ഇങ്ങനെ ഒരു കൊട്ടക്കകത്ത് നിന്ന് വിത്ത് ഇങ്ങനെ എടുത്ത് വിതട്ടുന്നത് അത്രയേറെ എഫേർട്ട് അല്ല. ഓക്കെ, വെയിലും മഴയൊക്കെ കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. എങ്കിൽ പോലും ജോബിന്റെ ഇന്റൻസിറ്റിയെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീ അപ്പോഴും ഷീ പ്രിഫേർഡ്, ഓർ മെജോറിറ്റി ഓഫ് ദ ടൈം ഷീ വാസ് എ നെസ്റ്റ് defender. That means she did the household work and then she went on for the selective jobs of agriculture. ഇതിനോടൊപ്പം പാരലൽ ആയിട്ട് കാര്യം വന്ന മറ്റൊരു കാര്യമുണ്ട്, അത് റിലിജൻ ആണ്. മനുഷ്യന്റെ ഇവോൾവ്മെന്റ്, സെറ്റിൽമെന്റുകളായപ്പോ അതൊക്കെ റിലിജൻസും സീപ്പിൻ ചെയ്യാൻ തുടങ്ങി. ഈ റിലിജൻ, the evolvement of various religions, all of them supported male dominance. ഞാൻ അതിൽ ഗഹനമായിട്ട് പോകുന്നില്ല, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. പലപ്പോഴും പുരുഷ മേധാവിത്വമാണ് അവിടെ പ്രകടമായിരുന്നത്. അതോടൊപ്പം തന്നെ അവർ ഫീമെയിൽ സബ്മിസിവ്നെസ് ആണ് പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ അതാണ് അവര് പ്രൊമോട്ട് ചെയ്തത്. എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഫാമിലി ബിക്കെയിം വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പുരുഷനും സ്ത്രീയും കൂടെ ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക, കുഞ്ഞുങ്ങളെ അടുത്ത തലമുറക്ക് വേണ്ടിയിട്ട് അവരെ തയ്യാറാക്കുക എന്നുള്ളത് ഒരു പ്രൈം ഇമ്പോർട്ടൻസിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ ഒരു ഫോക്കസിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ റിലിജൻസ് തോട്ട് ദാറ്റ് ഇറ്റ് വാസ് ബെസ്റ്റ് ഫോർ ഫാമിലി സെറ്റപ്പ്. വാട്ട് വാസ് ബെസ്റ്റ് ഫോർ ഫാമിലി സെറ്റപ്പ്? മെയിൽ ഡോമിനൻസ് ആൻഡ് ഫീമെയിൽ സബ്മിഷൻ. അപ്പൊ ഇതൊക്കെ ഒരു എവല്യൂഷന്റെ ഭാഗമായിട്ട് കയറി വന്നിട്ടുള്ള കുറേയേറെ നെസസിറ്റീസ് ആണ്. പിന്നെ എപ്പോഴാണ് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയത്? വാട്ട് ബ്രോട്ട് അബൌട്ട് ദ ചേഞ്ച്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അതായത് 18th സെഞ്ച്വറി, കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 1740 തുടങ്ങി 1860 വരെയൊക്കെയാണ് ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സംഭവിച്ചത്. അതായത് ഫാക്ടറികൾ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫാക്ടറീസ്. അവിടെയാണെങ്കിൽ ഫാക്ടറീസിൽ പലതരം ജോലികൾ, അതിൽ അധികം മസിൽ പവർ റിക്വയർ ചെയ്യാത്ത ജോലികളും ഉണ്ടായി. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന ആ വസ്തു ഒന്ന് പാക്ക് ചെയ്യുക, അത് ഒരു സ്ത്രീക്ക് നിഷ്പ്രയാസം ചെയ്യാവുന്ന ഒരു ജോലിയായിരുന്നു.
അതിന് അന്ന് കമ്പാരിറ്റീവ്ലി കാശ് കുറവാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെയാണ് അത്തരം ജോലികളിലേക്ക് അവർ ഓപ്റ്റ് ചെയ്തത്. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? ഗ്രാജുവലി ഓവർ ദ ഇയേഴ്സ് വുമൻ ഓപ്റ്റഡ് അതർ ജോബ്സ്. ദേ ടേൺഡ് ഇക്കണോമിക്കലി സൗണ്ട്. പതുക്കെ പതുക്കെ വേറെ തരം ജോലികൾ സ്ത്രീകൾ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് കാശ് കൂടുതൽ ലഭിച്ചു തുടങ്ങി. ആൻഡ് ബൈ വിമൻ ടേൺ ഇക്കണോമിക്കലി. ഈ ഒരു കാലഘട്ടത്തിലാണ് ദ ഫെമിനിസ്റ്റ് മൂവ്മെന്റ് പോപ്ഡ്. there was a call for. അപ്പൊ അതെങ്ങനെയാ സംഭവിച്ചത്? ആ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ആവശ്യകത ഉയർന്നു വന്നു? പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു, വൈ ഷുഡ് ഐ? സ്ത്രീ ചോദിച്ചു തുടങ്ങി, വൈ ഷുഡ് ഐ? ഈ 20th സെഞ്ചുറി എത്തിയപ്പോഴേക്കും ഇന്റലക്ച്വൽ കപ്പാസിറ്റി വേണ്ടുന്ന ജോലികൾ ഒരുപാട് വന്നു തുടങ്ങി. ഫോർ എക്സാമ്പിൾ സൈബർ ജോബ്സ്. അപ്പൊ അവിടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി അതിനാണ് prime importance വന്നത്. Muscle power not a criterion in many areas. Male and female started getting the same recognition because, for a cyber job, what a male member can do, a female also can do. And at times what happened? Women started earning more. സ്ത്രീകൾ കൂടുതൽ സമ്പാദിക്കാനായിട്ട് തുടങ്ങി. Naturally, women started thinking, why should I? അതായത് അതുവരെ നെസ്റ്റ് ഡിഫൻഡർ ആയിരുന്ന സ്ത്രീയിൽ തന്നെയാണ് ആ റെസ്പോൺസിബിലിറ്റീസ് മുഴുവനും നിക്ഷിപ്തമായിരുന്നത്. ഷീ ഹാഡ് ടു ഡു ദ ഹൗസ് ഹോൾഡ് വർക്ക്, ഷീ ഹാഡ് ടു ടേക്ക് കെയർ ഓഫ് ദി ചിൽഡ്രൻ. ജോലിക്ക് പോവുകയാണെങ്കിലും അതിനു മുൻപും ഇത്തരം കാര്യങ്ങൾ മുഴുവനും അവനാണ് നിവർത്തിച്ചിരുന്നത്. പക്ഷേ പുരുഷനോടൊപ്പമോ അതിനേക്കാളേറെയോ സമ്പാദിച്ചു തുടങ്ങിയപ്പോ സ്ത്രീ ഓർത്തു, എന്തിന് ഞാൻ മാത്രം? വൈ ഷുഡ് ഐ? ഞാൻ എന്തിനാണ് ഇത്തരം ജോലികളിൽ അതിന്റെ ഭാരം ഞാൻ മാത്രമായിട്ട് എന്തിനാണ് എടുക്കുന്നത്? He started thinking like that. ബയോളജി വേഴ്സസ് സോഷ്യോളജി. നമ്മൾ ഈ എവല്യൂഷനും അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ബയോളജിക്കൽ ആസ്പെക്റ്റിലാണ്. സെറ്റിൽമെന്റ് ആയിട്ട് മാറുകയും അവിടുത്തെ ജീവിത രീതി, അതിനെയാണ് നമ്മൾ സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ഉള്ളിലുള്ള ഈ ബയോളജി പിന്നീട് വന്ന് ഈ സോഷ്യോളജി ആയിട്ട് പലപ്പോഴും ഒരു യുദ്ധത്തിൽ, ഒരു ഫൈറ്റില് ഏർപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം. 7 million years old evolutionary pattern countered the 12,000 years of agriculture settlement pattern. അതായത് ഒരു സമൂഹത്തില് ജീവിച്ച് ശീലിച്ച് തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ശരി അതാണ്. ആ ശരിയിലൂടെ മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മുടെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ അതിനോട് ബൈൻഡ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതിന് 12,000 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ 7 million year old എവല്യൂഷണറി പാറ്റേൺ, നമ്മുടെ ആ സ്ട്രോങ് ബയോളജിയോടാണ് നമ്മൾ ഈ 12,000 വർഷത്തെ ഈ സെറ്റിൽമെന്റ് പാറ്റേൺ കൊണ്ട് കൗണ്ടർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഫർദർ countered by a 200-year-old industrial society. ഇൻഡസ്ട്രിയൽ സൊസൈറ്റി വന്നപ്പോഴാണ് സെറ്റിൽമെന്റിൽ പോലും അത്രയേറെ ക്ലാഷുകൾ ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ എങ്ങനെയായിരുന്നു അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നതിന് ശേഷം ഈ കഴിഞ്ഞൊരു 200 വർഷങ്ങളായിട്ടാണ് ഈ വൈ ഷുഡ് ഐ എന്നുള്ള ക്വസ്റ്റ്യൻ പോസ് ചെയ്യപ്പെട്ടത്. സോഷ്യോളജിക്കൽ എവല്യൂഷൻ ഇൻസിസ്റ്റ് ഓൺ ലോഫുൾ ലിവിങ്, നിയമപരമായ ഒരു ജീവിതം. Avoiding damage to the social setup and minimum encroachment on the fellow beings. അതായത് നമ്മുടെ സഹജീവിക്ക് ഒരു മിനിമം ഡാമേജ്, ആ സോഷ്യൽ സെറ്റപ്പിൽ അയാൾക്ക് മിനിമം ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നമ്മൾ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നു. ആൻഡ് മിനിമം എൻക്രോച്ച്മെന്റ്, അയാളുടെ ജീവിതത്തിലേക്ക് എൻക്രോച്ച് ചെയ്യാതിരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ. While the biology hardwired for the past 7 million years try to dominate. ഈ ബയോളജി നമ്മൾ ഹാർഡ് വയേർഡ് ആണ്. അതുകൊണ്ടാണ് ഈ ബയോളജി പലപ്പോഴും കയറി വരുന്നത്. നമുക്കറിയാം ഇപ്പോഴും ഒരുപാട് റേപ്പ് കേസസ് എവറി അതർ ഡേ വി ആർ ഹിയറിംഗ് അബൌട്ട് ഇറ്റ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ നിയമങ്ങൾ ഇത്രയും സ്ട്രോങ് ആണ്, ആളുകൾക്ക് അവയർനെസ് ഉണ്ട്, എന്നിട്ടും അവരെന്തിങ്ങനെ ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്.
പക്ഷെ പലപ്പോഴും ഈ ബയോളജി അപ്പർ ഹാൻഡ് എടുക്കുമ്പോഴാണ് ഇത് വീണ്ടും വീണ്ടും സംഭവിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹെൻസ് ഹ്യൂമൻ ബീയിങ്സ് ആർ സ്പ്ലിറ്റ് വിതിൻ themselves. Biology versus sociology. That is happening within every man. So the next question is, how can we overcome these things? How can we achieve gender equality? ഞാൻ ഈ പറഞ്ഞ സംഗതി സോഷ്യോളജി, ബയോളജി അതൊന്നും ഒന്നിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ സംഭവിക്കുന്ന കുറ്റകൃത്യങ്ങളെ നെഗേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊരു ജസ്റ്റിഫിക്കേഷനോ ഒന്നുമല്ല. അതാണ് നിജസ്ഥിതി എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതിനും മീതെ നമുക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം. വി ഹാവ് ടു സോൾവ് തിങ്സ്, അല്ലെങ്കിൽ ഒരു പരിഹാരം നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യകതയാണ്. സോ ഹൗ ടു അച്ചീവ് ദിസ് ജെൻഡർ ഇക്വാളിറ്റി or how to overcome the situation what we discussed? We must first tackle our unconscious biases. നമ്മുടെ ഉള്ളിൽ അത് പുരുഷനായാലും സ്ത്രീ ആയാലും കുറേയേറെ ബയസിങ് ഉണ്ട്, കുറേയേറെ മുൻവിധികൾ നമ്മുടെ മനസ്സിലുണ്ട്. ആ മുൻവിധികള് നമ്മൾ ജീവിച്ച സാഹചര്യങ്ങളോ കേട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ബയോളജിയോ എല്ലാം ചേർന്നിട്ടാണ് ഇത്തരം ബയസിങ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. But the first thing is we have got to tackle these unconscious biases. Several experiments conducted has proved male dominance. നിങ്ങൾക്കറിയാം, ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് സോഷ്യോളജി മാത്രമല്ല സൈക്കോളജിയും ഉണ്ട്. അപ്പൊ ഈ വിഷയങ്ങളിലൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഈ നടന്നിട്ടുള്ള പരീക്ഷണങ്ങളിലൊക്കെ പലപ്പോഴും അതിന്റെ ഔട്ട്കം, പലപ്പോഴും നല്ല മെജോറിറ്റി ഓഫ് ദ ഔട്ട്കം ഹാസ് പ്രൂവ്ഡ് മെയിൽ dominance. Even an experiment done in children, boys and girls below the age of 6. ഞാൻ ആ എക്സ്പെരിമെന്റ് ഒന്നും ഡീറ്റെയിൽ ചെയ്യുന്നില്ല. ആ എക്സ്പെരിമെന്റിന്റെ ഒടുവില് ഇവരെ ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ട് ഇവരിൽ നടത്തിയിട്ടുള്ള എക്സ്പെരിമെന്റ്സും ഫൈനലി ദേ ഹാഡ് ടു സെലക്ട് ടീം ലീഡർ. ടീം ലീഡറിനെ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതിന് ആൺകുട്ടികളുടെ മാത്രമായിട്ടുള്ള ഗ്രൂപ്പ്, പെൺകുട്ടികളുടെ മാത്രമായിട്ടുള്ള ഗ്രൂപ്പ്, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഗ്രൂപ്പ്, അങ്ങനെ പല പല ഗ്രൂപ്പുകളിൽ ഈ പരീക്ഷണങ്ങൾ നടത്തി നോക്കിയിട്ട് finally they have come out with the decision that the team leader be a boy. ഒരു ആൺകുട്ടിയെയാണ് ടീം ലീഡർ ആയിട്ട് അവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആൺകുട്ടികളും അത് ചെയ്തു, പെൺകുട്ടികളും അത് ചെയ്തു. ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്നാണെങ്കിലും it was such a decision. So it is hardwired. The most intelligent of all creations Earth has ever had should be able to overcome their biology, age-old biasing, and deliberately fix that male and female are equal. ഈ ഭൂമുഖം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. ഈ മനുഷ്യൻ ഇനി അങ്ങനെ ചിന്തിച്ചേ പറ്റൂ. He has to overcome his biology. ആ ബയോളജിയെ ഓവർകം ചെയ്യുക. ഈ ഏജ്-ഓൾഡ് ബയസിങ്, കാലങ്ങളായി നിലനിൽക്കുന്ന ഈ മുൻവിധികളെ അവോയ്ഡ് ചെയ്യുക. And deliberately fix that male and female are equal. Demand for gender equality. Law enforces rules of the society, but the biology deep-rooted within drives man to establish the male dominance. ഇതാണ് നമ്മൾ കാണുന്നത്. It is reflected as domestic and workplace violence, physical and sexual violence, harassment, rape, prenatal sex selection, female infanticide, etc. So tendency towards suppressing the second sex is a reality. It is a reality. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രൂവ് ചെയ്യുന്നത് the tendency of suppressing the second sex is a reality. Hence, there was a revolt against it, which was a natural reaction. ഈ ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ഒക്കെ ആരും തന്നെ മനഃപൂർവ്വം ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒന്നല്ല. ഇറ്റ് വാസ് എ നാച്ചുറൽ റിയാക്ഷൻ. കാരണം the suppressing of the second sex is a reality and there was a revolt against it, which was a natural reaction. നമ്മുടെ മൂക്കും വായും കുത്തിപ്പിടിക്കുമ്പോൾ നമ്മൾ കുതിർന്നത് ഒരു നാച്ചുറൽ റിയാക്ഷൻ ആണെങ്കിൽ അതുപോലുള്ളൊരു നാച്ചുറൽ റിയാക്ഷൻ ആയിരുന്നു ഇത്. നെക്സ്റ്റ് തിങ് ഇസ് ഇഫ് നോട്ട് ഈക്വൽ. പല ആർഗ്യുമെന്റ്സ് നടക്കുന്നുണ്ട്. എങ്ങനെ ഈക്വൽ എന്ന് പറയാൻ പറ്റും? എങ്ങനെ പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ എങ്ങനെ പുരുഷനോടൊപ്പം ഈക്വൽ എന്ന്
നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം എപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. അതിന് സപ്പോർട്ടായിട്ട് എപ്പോഴും മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെന്റ് അനാറ്റമിയും ഫിസിക്കൽ സ്ട്രെങ്തും ആണ് പലപ്പോഴും പറയുന്നത്. സോ ഇഫ് നോട്ട് ഈക്വൽ, അറ്റ്ലീസ്റ്റ് ഇക്വിവലന്റ്, ഒരു തുല്യമായ, തുല്യം എങ്കിൽ പോലും, തുല്യം അല്ലെങ്കിൽ പോലും ഒരു തുല്യമായ, ഈ വാക്കുകൾ രണ്ടും രണ്ടാണ്. അപ്പൊ ഒരു തുല്യമായ അവസ്ഥയിലേക്ക് സ്ത്രീയെ ആക്സെപ്റ്റ് ചെയ്യുക. അതിനുള്ള നിരന്തരമായ ശ്രമങ്ങൾ സ്ത്രീയുടെ വശത്തു നിന്നുണ്ട്, ഓരോ നിമിഷവും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ ബയസിങ് ആണ് പലപ്പോഴും കാര്യങ്ങളെ ആ ലെവലിലേക്ക് എത്തിക്കുന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽ, വൺ ഇസ് കോംപ്ലിമെന്ററി ടു ദി അതർ. നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ഈ ഭൂമുഖത്ത് പുരുഷന്മാര് മാത്രം? എന്തായിരിക്കും അതിന് യാതൊരു അർത്ഥമില്ല. സ്ത്രീകൾ മാത്രം, അതിനും അർത്ഥമില്ല. So one is complementary to the other. Asserts that the full-fledged existence of one is inevitable for the full-fledged existence of the other. ഒന്നിന്റെ പൂർണ്ണതയ്ക്ക് മറ്റത് ആവശ്യമുള്ളതുപോലെ മറ്റതിന്റെ പൂർണ്ണതയ്ക്ക് ഇതും ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ആ സിസ്റ്റം ബാലൻസ്ഡ് ആവുള്ളൂ, അവിടെ ഒരു കംപ്ലീറ്റ്നെസ് ഉണ്ടാവുകയുള്ളൂ. ഇഫ് എനി ഏരിയസ് ഓഫ് ലാക്സിറ്റി, ഇപ്പോ സ്ത്രീക്ക് ഒരു 100 കിലോ ഭാരം ചുമക്കാൻ പറ്റുന്നില്ല, മേ ബി ദാറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ലാക്സിറ്റി. ഇറ്റ് ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ് ടു എലിവേറ്റ്. ആ സമയത്ത് 2 സ്ത്രീകളോട് ചേർന്ന് ചിലപ്പോൾ അവർക്ക് അത് ഉയർത്താൻ പറ്റും, അല്ലെങ്കിൽ ഒരു പുരുഷൻ സഹായിച്ചാൽ അത് ചെയ്യാൻ പറ്റിയിരിക്കും. അതൊക്കെ ഒരു ആവശ്യകത അനുസരിച്ച് പരിഹരിക്കപ്പെടാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതൊരു ഇൻഇക്വാളിറ്റി ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളായി വരരുത്. മറ്റൊരു കാര്യം, മൾട്ടി ടാസ്കിങ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്ത്രീക്ക് മാത്രമുള്ള ഒരു ക്വാളിറ്റിയാണ് ഈ മൾട്ടി ടാസ്കിങ്. ഒരു സ്ത്രീ അടുക്കളയിൽ നിന്നുണ്ട്, അടുപ്പിൽ ഭക്ഷണം പാകം ചെയ്യുന്നു, കുഞ്ഞിനെ എളിയിൽ എടുത്തിട്ടുണ്ട്, അതിനിടക്കുന്ന ഭക്ഷണം അല്പം എടുത്ത് കുഞ്ഞിന്റെ വായിൽ വെച്ച് കൊടുക്കുന്നു. അപ്പോഴേക്കും ഡോർബെല്ല് ആരോ അടിക്കുന്നത് കേട്ട് ഓടിച്ചെന്ന് ഡോറ് തുറക്കുന്നു. പാലുകാരനാണ്, പാല് മേടിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് വരുന്നു. എത്ര കാര്യങ്ങളാണ് ഇതിനിടക്ക് നടക്കുന്നത്. പക്ഷെ ഒരു പുരുഷൻ ന്യൂസ് പേപ്പർ വായിക്കുകയാണെങ്കിൽ അയാൾ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടേയിരിക്കും. കുഞ്ഞഴഞ്ഞ് നിന്ന് സോഫയിൽ കയറുന്നു, സോഫയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു, താഴേക്ക് വീഴാൻ പോകുന്നു. മിക്കവാറും അടുക്കളയിൽ നിൽക്കുന്ന സ്ത്രീ ആയിരിക്കും ശ്രദ്ധിക്കുക. കുഞ്ഞിന്റെ അനക്കം കേൾക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് നോക്കുമ്പോഴായിരിക്കും കുഞ്ഞ് ഓൾമോസ്റ്റ് വീഴുന്ന പരുവത്തിലാണ്. അവരാണ് ഓടി വന്ന് കുഞ്ഞിനെ പിടിക്കുന്നത്. ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാവും അതിന്റെ കൂട്ടത്തില്. പക്ഷെ ഈസ് ദ വൺ ഹു ഇൻട്രീസ്. പുരുഷന് ഉത്തരവാദിത്തമില്ലാത്തത് കൊണ്ടല്ല, ഹി ഈസ് സിംഗിൾ ടാസ്കിങ്. ഹി വാസ് എ ഹണ്ടർ. അപ്പോ ഒരു ഇരയെ പിടിക്കാനായിട്ട് എത്രത്തോളം ഫോക്കസ് ആവശ്യമാണോ ആ ഫോക്കസ് ആണ് ഇന്നും അദ്ദേഹത്തിൽ ബാക്കിയുള്ളത്. ആരുടെയെങ്കിലും കുറ്റമാണോ? അല്ല. ഇത് നമ്മുടെ ഹാർഡ് വയേർഡ് ബയോളജിയാണ്. ടി വി കാണുവാണെങ്കിൽ ടി വി കണ്ടിരിക്കും. ചുറ്റും എന്താ സംഭവിക്കുന്നതിനെ കുറിച്ച് ഈസ് നോട്ട് മച്ച് അവെയർ ഓർ കൺസേൺ. Multitasking, a special feature of the female, can be developed by male to elevate them to the so-called equality. അങ്ങനെയും ഒരു ഇക്വാളിറ്റിയിലേക്ക് എത്താനുള്ള സാധ്യതയില്ല. അപ്പൊ ഇവിടെ ഉള്ള അധികമായ അല്ലെങ്കിൽ കൂടിയ ക്വാളിറ്റീസിലേക്ക് പുരുഷന്മാർക്കും എത്താം. അങ്ങനെയും ഒരു ഇക്വാളിറ്റി അച്ചീവ് ചെയ്യാം. ഇക്വാളിറ്റി എന്ന് നമ്മൾ പറയുമ്പോഴേക്കും ഇത്തരം കാര്യങ്ങളിൽ കൂടെയുള്ള ഡെവലപ്മെന്റുകൾ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കും. ഇനി റെക്ടിഫിക്കേഷൻ, എന്താണ് ഇതിനൊരു പരിഹാരം? ബയോളജി പ്രൂവ്സ്, സൈക്കോളജി പ്രൂവ്സ്, സോഷ്യോളജി പ്രൂവ്സ്. എന്താണ് ഇതെല്ലാം പ്രൂവ് ചെയ്യുന്നത്? ദാറ്റ് ദ മെയിൽ ഡോമിനേറ്റ്സ്. മെയിൽ ഇപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ എന്താണ്? A purposeful step has to be taken by each human being. Intelligence should decide to keep aside the vibes of biology, biasing, age-old gender discriminatory practices. This is the best way. കാരണം നമ്മൾ കണ്ടതാണ് എത്രയെത്ര നിയമങ്ങൾ വന്നു. പക്ഷെ എന്നിട്ട് പോലും ഇന്നും ഫെമിനിസ്റ്റുകൾ പറയുന്ന പോലെ ഇക്വാളിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നവർ പറയുമ്പോൾ ദ പ്രോബ്ലം സ്റ്റിൽ പെർറ്റെയിൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പേർപ്പസ്ഫുൾ സ്റ്റെപ്പ് ഈച്ച് ഹ്യൂമൻ ബീങ് ബലമായിട്ട് തീരുമാനിക്കണം. അവര് ബുദ്ധി ഉപയോഗിക്കണം.
ഓരോ തവണയും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇറ്റ് ഈസ് ദ ഇന്റലിജൻസ് ദാറ്റ് ഷുഡ് പ്ലേ. It is not the biology that should play. To keep aside the vibes of biology, biasing, age-old gender discriminatory practices. Realization above all. Men should decide to be less driven by their biology and hormones. ഞാൻ ഇത്രയും പറയാൻ കാര്യം ഇതാണ് നിജസ്ഥിതി എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് എന്നെ ടാക്കിൾ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ഓരോ തവണയും നമ്മുടെ മനസ്സിലേക്ക് ഈ കാര്യങ്ങൾ വന്നെത്തും. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ഒരു ജുഡീഷ്യസ് മൈൻഡ് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനും പറ്റും. സോ മെൻ ഷുഡ് ഡിസൈഡ് ടു ബി ലെസ് ഡ്രിവൺ ബൈ ദിയർ ബയോളജി ആൻഡ് ഹോർമോൺസ്. വിമൻ ഷുഡ് നെവർ സക്കം ടു ദി ഇൻകപ്പാസിറ്റീസ് ഇഫ് എനി. അനാറ്റമി മാറ്റേഴ്സ്, എപ്പോഴും പരിമിതികൾ കാണാറുണ്ട്. ബട്ട് കീപ് ഗോയിങ് ഇൻ കോൺഫിഡൻസ്. നോട്ട് ഗെറ്റിംഗ് സെലക്ടഡ് ആസ് എ ഫയർ ഫൈറ്റർ, ഇതൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ഫയർ ഫൈറ്റർ ജോബിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂസും അതിന്റെ ടെസ്റ്റുകളൊക്കെ നടക്കുമ്പോൾ doesn't have to be labeled as gender discriminated, but the incapacity to rise up to the expected criteria, hauling 72 kg mannequin, even men who are unable to do so are deprived of the selection. ഈ ഫയർ ഫൈറ്റേഴ്സിന്റെ ടെസ്റ്റുകൾ നടക്കുമ്പോൾ അവർ തീടകത്ത് ഇട്ടേക്കുന്ന ഒരു ഡമ്മി, ഏറ്റവും കുറഞ്ഞത് ഒരു 72 കിലോഗ്രാം വെയിറ്റുള്ള ഡമ്മിയെ അവിടെ നിന്ന് വലിച്ച് പുറത്ത് എത്രയോ മീറ്റേഴ്സ് ഇപ്പുറത്തേക്ക് വലിച്ചുകൊണ്ടുവരിക എന്നുള്ളത് ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് ഒരു സ്ത്രീ ചെയ്ത് വിജയിക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ഓർക്കണം, അത് ചെയ്ത് വിജയിക്കാൻ പറ്റാത്ത പുരുഷന്മാരും ഉണ്ട്. അപ്പൊ അവിടെ അത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഡിസ്ക്രിമിനേഷൻ അല്ല, പകരം അത് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളും ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്തൊരാളും അവര് തമ്മിലുള്ള വ്യത്യാസമാണ്. അതൊരു ഡിസ്ക്രിമിനേഷൻ ആയിട്ടല്ല നമ്മൾ എടുക്കേണ്ടത്. Hence, mostly it is equity and not equality that is appropriate. രണ്ട് വാക്കുകളാണ്, ഇക്വിറ്റിയും ഇക്വാളിറ്റിയും. അപ്പൊ പലപ്പോഴും ഈ ഇക്വിറ്റി എന്നുള്ള സിറ്റുവേഷൻ ആണ് കുറെ കൂടി അഭികാമ്യം അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് എന്ന് തോന്നുന്നു. ഇക്വാളിറ്റി ഈസ് ആക്ച്വലി ദ സ്റ്റേറ്റ് ഓഫ് ബീങ് ഈക്വൽ, എസ്പെഷ്യലി ഇൻ സ്റ്റേറ്റസ്, റൈറ്റ്സ് ഓർ ഓപ്പർച്യൂണിറ്റീസ്. നിയമം വഴി നമുക്ക് ഇതെല്ലാം ലഭ്യമാകുന്നുണ്ട്. അതിന് നമുക്ക് അച്ചീവ് ചെയ്യാനില്ല. നിയമം ഇതിന്റെ എല്ലാത്തിന്റെയും സംരക്ഷണം തരുന്നുണ്ട്. എന്നിട്ടും then what is equity? The quality of being fair or impartial. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കുറെ കൂടെ ധാർമ്മികമായിട്ടോ അല്ലെങ്കിൽ ന്യായമായിട്ടോ ഉള്ള ഒരു അഡ്രസ്സിങ് കൊടുക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ന്യായമായിട്ടുള്ള ഒരു കൺസിഡറേഷൻ കൊടുക്കുക. ഇംപാർഷ്യൽ ആയിട്ട് രണ്ട് വ്യക്തികളെയും ഒരേപോലെ, അത് രണ്ട് സ്ത്രീകളാണെങ്കിലും ഒരു പുരുഷന സ്ത്രീ ആണെങ്കിലും കൊടുക്കേണ്ടത് ഇംപാർഷ്യൽ ആയിട്ടുള്ള ഒരു വിധിയാണ്, അല്ലെങ്കിൽ ഒരു തീരുമാനമാണ് അവിടെ കൈക്കൊള്ളേണ്ടത്. വി സേ ഇക്വാളിറ്റി അച്ചീവ്ഡ് ത്രൂ ഇക്വിറ്റി. അപ്പൊ ഈ ഇക്വിറ്റിയോടുകൂടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറെ കൂടെ സാധ്യമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇക്വിറ്റിയിലൂടെ നമുക്ക് വളരെ പെട്ടെന്ന് ഇക്വാളിറ്റിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, നമ്മള് ഇപ്പൊ സോഷ്യൽ ബീയിങ്സ് ആണ്, സൊസൈറ്റിയുടെ ഭാഗമാണ്. സൊസൈറ്റിയുടെ ഏറ്റവും ചെറിയ സെല്ല് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെല്ല് ഫാമിലിയാണ്. ഈ ഫാമിലിയിലാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കേണ്ടത്. Parents should make sure that of their children, one gender should not be given priority over the other. ഒരിക്കലും പേരൻസ് അത് ചെയ്യരുത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ബുദ്ധി ഉപയോഗിക്കുക. പെട്ടെന്ന് നമ്മുടെ ബയസിങ് നമ്മളെ അങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ചാലും അത് ഇമ്മീഡിയറ്റ്ലി കറക്റ്റ് ചെയ്യുക. ആൺകുട്ടി പെൺകുട്ടി എന്ന് ഒരിക്കലും അവിടെ ഒരു വേർതിരിവ് ഫാമിലിയുടെ അകത്ത് കാണിക്കാതിരിക്കുക. നോ ലേബർ ഡിസ്ക്രിമിനേഷൻ. ഇഫ് ദ ഗേൾ ക്യാൻ ഡു, ദ ബോയ് ടു ക്യാൻ ഡു. അവിടെ നമ്മൾ ഈ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതിരിക്കാൻ മാത്രമല്ല ചെയ്യുന്നത്, നമ്മളവിടെ ഡിഗ്നിറ്റി ഓഫ് ലേബറിനെ ഇമ്പാർട്ട് ചെയ്യുന്ന കൂടെയുണ്ട്. എന്ത് തരം ജോലിയും ആർക്കും
No status priorities. First for the boy, then for the girl. അത് പാടില്ല. അങ്ങനത്തെ ഒരു പ്രയോറിറ്റി നമ്മളവിടെ സെറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, വളരെ പ്രസിദ്ധയായ നടി റിമാക്ക് അല്ലെങ്കിൽ ഒരിക്കൽ അവർ മെൻഷൻ ചെയ്തു, അവർ ചെറുതായിരുന്നപ്പോ അവരുടെ ബ്രദറിന് മീൻ വറുത്തത് കൊടുക്കുകയും അവർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്തു എന്ന് അവർ മെൻഷൻ ചെയ്തതിന്റെ പുറത്ത് സോഷ്യൽ മീഡിയ അവരെ ഇനി നാണം കെടുത്താൻ ബാക്കിയില്ല. അതായത് ഭക്ഷണത്തിന് ഇവിടെ ആർത്തി കാണിച്ചു എന്നുള്ള രീതിയിൽ പോലും അത് വ്യാഖ്യാനിക്കപ്പെട്ടു. പക്ഷെ ആ ഒരു കുഞ്ഞു മനസ്സിലുണ്ടായ ഒരു മുറിവ് അല്ലെങ്കിൽ ആ ഒരു വിഷമം ഈ പറയുന്ന 30s ഒരു ലേഡി പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിലൊരു മുറിവ് തന്നെയാണ്. ആ കാണിച്ചൊരു വ്യത്യാസം അവരെ ഇന്നും ഹോണ്ട് ചെയ്യുന്നുണ്ടാവും. മേ ബി ഷീ ഈസ് ഏബിൾ ടു ഫോർഗോ ദാറ്റ്. പക്ഷെ അത് മെൻഷനിങ്ങിൽ വന്നു എന്ന് പറയുമ്പോൾ അത് ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഷീ ഹാഡ് ഫെൽറ്റ് ഇറ്റ് ദെൻ. ഒരിക്കലും അത്തരത്തിലുള്ള ഒരു വേർതിരിവ് കാണിക്കുക. Next is no sacrifices. The girl should not be asked to give up for the benefit of boy, whether it is food, dress or education. അതുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആൺകുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടി പഠിക്കാൻ നല്ല മിടിക്കാറ്. നമ്മൾ ഓരോ ഫാമിലീസിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോഴേക്കും മുതിർന്നവർ പറയണ കേൾക്കാം, അവളും പഠിക്കാൻ മിടിക്കുകയായിരുന്നു, പക്ഷെ എന്ത് അവനെ പഠിപ്പിക്കണ്ടേ, ചെറുക്കനെ പഠിപ്പിച്ചെടുക്കണ്ടേ നമുക്ക്, അത് കാരണം കൊണ്ട് അവളുടെ പഠിത്തം നിർത്തി. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ഡയലോഗാണ്. അപ്പോ ഒരിക്കലും അത്തരം ഒരു സാക്രിഫൈസ് പെൺകുട്ടിയെ കൊണ്ട് ഫാമിലീസിൽ ചെയ്യിക്കരുത്. അവൾക്ക് കഴിവുണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവളെ പഠിപ്പിക്കുക. ദ ബോയ് നെക്സ്റ്റ് അവനായി വരുമ്പോഴേക്കും അപ്പോഴേക്കും ഒരു മാർഗം തെളിയുമെന്ന് വേണം കരുതാനായിട്ട്. ആൺകുട്ടി പഠിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് പെൺകുട്ടിയെ ഒരിക്കലും മാറ്റി നിർത്തരുത്. അത് ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും ഡ്രസ്സിന്റെ കാര്യത്തിലായാലും. ഗിവ് ദം ഈക്വൽ സ്റ്റേറ്റസ് ഇൻ ദ ഫാമിലി. If this is the training given, thoughts inculcated, the boy child will never develop the notion that he is superior. And superior ആണെന്നുള്ള ആദ്യത്തെ നോഷൻ, ആ ചിന്ത ഫാമിലീസിൽ നിന്നാണ് കിട്ടുന്നത്. പക്ഷേ if the parents take care, that will never happen. Role of youngsters. ഇന്നിവിടെ മെജോറിറ്റി യങ്സ്റ്റേഴ്സ് ആണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ റോൾ എന്താണ്? You people are soon to be family builders. In turn, parents, പെൺകുട്ടികളായാലും ആൺകുട്ടിയായാലും, very soon you are going to be family builders and you will turn into parents. Teach your sons to respect women. ആൺകുട്ടികളെ കുടുംബങ്ങളിൽ നിങ്ങൾ പഠിപ്പിക്കേണ്ടത് സ്ത്രീകളെ ബഹുമാനത്തോടെ കാണാനാണ്. Treat her equal. Think that she is an equal counterpart in the human species. ഒരു പുരുഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അത്രയേറെ ഇമ്പോർട്ടന്റ് ആണ് ഒരു സ്ത്രീ എന്നുള്ള ചിന്തയും ബോധ്യവും അവരിൽ അറ്റ് ദി ഏർലിയസ്റ്റ് ഇൻകൾക്കേറ്റ് ചെയ്യുക. അവോയ്ഡ് ഓൾ ബയസിങ്. ഈ മുൻധാരണകൾ ഒരിക്കലും അവരുടെ മനസ്സിലേക്ക് കൊടുക്കുകയും ചെയ്യരുത്, അത് വളരാനും അനുവദിക്കരുത്. ഹെൽപ് ദം ടു ബിൽഡ് ഹെൽത്തി റിലേഷൻഷിപ്സ്. ഇനി പെൺകുട്ടികളോടാണെങ്കിലോ, all atrocities towards women should be strongly thought of as a crime. This is very, very important. പെൺകുട്ടികളുടെ നേരെയുള്ള അട്രോസിറ്റീസ് അത് ക്രൈം ആണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാനിത് പറയാൻ കാര്യം, നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന മാല പൊട്ടിച്ചുകൊണ്ട് ഒരുത്തൻ ഓടി, അവനാണ് ക്രൈം കമ്മിറ്റ് ചെയ്തത്. ആളുകൾ നിങ്ങൾക്ക് ചുറ്റും കൂടുന്നു, അയ്യോ മോളുടെ മാല പൊട്ടിച്ചുകൊണ്ട് പോയി, ആരാണ് കൊണ്ടുപോയത്, നിങ്ങൾക്കൊരു സപ്പോർട്ട് കിട്ടുന്നു. പക്ഷെ ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുമ്പോഴേക്കും അവിടെ തമസ്കരിക്കപ്പെടുന്നത് ഈ പെൺകുട്ടിയാണ്. എന്തോ അബദ്ധം ഈ പെൺകുട്ടിയുടെ പുറത്താണ് സംഭവിച്ചേക്കുന്നത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് സൊസൈറ്റി ആണെങ്കിലും ഫാമിലി ആണെങ്കിലും കൈക്കൊള്ളുന്നത്. വേറെ ഏതോ ഒരുത്തൻ കമ്മിറ്റ് ചെയ്തൊരു ക്രൈമിന്റെ പുറത്ത് ശിഷ്ടകാലം ഈ പെൺകുട്ടിയാണ് മാർജിനലൈസ്ഡ് ആകുന്നത്. സമൂഹത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും അൺആക്സെപ്റ്റബിൾ ആകുന്നത് പെൺകുട്ടിയാണ്. അതെന്ത് ന്യായമാണ്? സോ നോ എലമെന്റ് ഇൻ ദോസ് ക്രൈംസ് degrades your womanhood. നിങ്ങളുടെ മാല പൊട്ടിച്ചോണ്ട് പോയതുപോലെ തന്നെയുള്ള ഒരു സംഗതിയാണ് ഇത്. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു degrade your womanhood. ആരോ ചെയ്തൊരു അപരാധം. You should never let yourself be marginalized in your family or society just because you were the victim. Hope you understand this. ഇത്രയൊക്കെ പറഞ്ഞു വരുമ്പോ കുറെ പേരുടെ മനസ്സിലെങ്കിലും ഉയർന്നു വന്നിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും, ഡസന്റ് എ മെയിൽ സഫർ അട്രോസിറ്റീസ്? പുരുഷന്മാരും ഇത്തരത്തിലുള്ള പീഡകള് അനുഭവിക്കുന്നില്ലേ, അവരും ബുദ്ധിമുട്ടുന്നില്ലേ എന്ന് ചിന്തിച്ചേക്കാം. Is he not discriminated?
ഒരു പുരുഷനും ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നില്ലേ? ദി ആൻസർ ഇസ് യെസ്, ശരിയാണ്. ബട്ട് ഹി ഈസ് നോട്ട് അറ്റാക്ട് ബിക്കോസ് ഹി ഈസ് എ മാൻ. നീ ഒരു ആണല്ലേടാ എന്ന് പറഞ്ഞിട്ടല്ല ആരും അയാളെ അറ്റാക്ക് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ദ വയലൻസ് ഓഫ് എ ഹ്യൂമൻ ബീയിങ് അഗൈൻസ്റ്റ് അനദർ. ഒരു പൂച്ച മറ്റൊരു പൂച്ചയെ കടിക്കുന്നത് പോലെ ആണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അറ്റാക്ക് ചെയ്യുന്നത് പോലെ. ഒരിക്കലും ഒരു പുരുഷനായതുകൊണ്ടല്ല പലപ്പോഴും ആക്രമിക്കപ്പെടുന്നത്. ബട്ട് ദ സഫറിങ്സ് ഓഫ് ദ വുമൺ അണ്ടർഗോസ് 80% is for the reason of being a woman. നിങ്ങൾക്കറിയാം, 7 മണി കഴിഞ്ഞ് വീടെത്തുമ്പോഴേക്കും പലപ്പോഴും ഒരു സ്ത്രീയുടെ നേരെ ഉയരുന്ന ചോദ്യം ഇതാണ്: നീ ഒരു പെണ്ണല്ലേ, നീ എവിടെ നടക്കണം ഈ സന്ധ്യ കഴിഞ്ഞിട്ട്? നമ്മള് ഒരുപാട് തവണ കേട്ടിട്ടുള്ള ചോദ്യമാണ് ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ. അതുകൊണ്ട് പലപ്പോഴും ഇവിടെ കണക്ക് പോലും പറയുന്നുണ്ട്, ഒരു 80% അബവ് സ്ത്രീയുടെ നേരെ തിരിയുന്ന കാര്യങ്ങൾ അവളൊരു സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ്. പക്ഷെ ഒരു പുരുഷനായതുകൊണ്ടല്ല ആ ഡിഫിക്കൽട്ടീസിൽ പെടുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് another human being or another of his kind turns against the same. Now, gender, changing definitions. ഞാൻ ഇത്രയും പറഞ്ഞത് ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ്. ഈ അടുത്ത കാലം വരെ നമ്മൾ ഈ സ്ത്രീയും പുരുഷനും, സ്ത്രീയുടെ പുറത്ത് പുരുഷൻ ചെലുത്തുന്ന സ്വാധീനം, അട്രോസിറ്റീസ്, അതിനെ കുറിച്ചൊക്കെയാണ് വൈഡായിട്ട് ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരുന്നത്. ഇക്വാളിറ്റി, അവിടെയാണ് ഇക്വാളിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു യത്നവും നടന്നിട്ടുള്ളത്. പക്ഷെ ഇന്ന് കാര്യങ്ങള് കുറെ കൂടി വെളിവാകുന്നു. ഇത് ഇന്നലെ വരെ ഇല്ലാതിരുന്ന കാര്യമല്ല. പക്ഷെ വ്യക്തികൾ അത് വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല. കാരണം സമൂഹത്തില് അവർക്ക് വന്നേക്കാവുന്ന മാനഹാനി, അവരെ മാർജിനലൈസ് ചെയ്യുക, അവരെ വേറൊരു തരത്തിൽ കാണുക, ഇത്തരം ഭയപ്പാടുകൾ മൂലം ആളുകൾ തുറന്നു പറയാനോ വെളിപ്പെടുത്താനോ തയ്യാറാകാതിരുന്ന കാര്യം. അതിനർത്ഥം അത് ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ല എന്നല്ല, അത് എക്കാലത്ത് ഉണ്ടായിരുന്നു. വാട്ട് ഈസ് ദാറ്റ്? യുനോ, മെയിൽ ആൻഡ് ഫീമെയിൽ, നമ്മൾ അതിനെ 2 നിറങ്ങളായിട്ട്, ഫോർ എക്സാമ്പിൾ ദ വൈറ്റ് ഓർ ബ്ലാക്ക്, ഇത് രണ്ടുമേ നമുക്ക് ഇത്രയും കാലം വരെ ആക്സെപ്റ്റബിൾ ആയിരുന്നു, പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ. നിങ്ങൾക്കറിയാം, നിങ്ങൾ 2 ടിൻ പെയിന്റ് എടുത്ത് വെക്കുവാണ്, വൈറ്റും ബ്ലാക്കും. ഇത് ഒരു പാത്രത്തിലേക്ക് കുറേശ്ശെ പകർത്തുകയാണ്. ഒരു പാത്രത്തിലേക്ക് നിങ്ങൾ കറുപ്പ് പെയിന്റ് അധികവും കുറച്ച് വെള്ള പെയിന്റ്, അത് തരുന്നത് ഒരു ഗ്രേ കളറാണ്. വേറൊരു പാത്രത്തില് നിങ്ങൾ കൂടുതൽ വെള്ള പെയിന്റും കുറച്ച് ബ്ലാക്ക് പെയിന്റും, അവിടെയും റിസൾട്ടന്റ് എന്താണ്? ഗ്രേ കളർ തന്നെയാണ്. പക്ഷെ ഈ ആദ്യത്തെ ഗ്രേയും ഈ ഗ്രേയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾ ഈ ചേർക്കുന്ന കറുപ്പിന്റെയും വെള്ളയുടെയും അളവ് മാറുന്നതനുസരിച്ച് ആ ഗ്രേയുടെ ഷെയ്ഡിലുള്ള വ്യത്യാസം ഭയങ്കരമായിരിക്കും. യു നോ ദാറ്റ് there are 100 different shades of gray between the so-called white and black. ഈ വൈറ്റിനും ബ്ലാക്കിനും ഇടയിൽ hundreds of shades of gray ആണ് ഉള്ളത്. അതേപോലെ തന്നെയാണ് ജെൻഡർ. ഈ പുരുഷനും സ്ത്രീയും എന്നതിനിടയിൽ പല പല പെർമ്യൂട്ടേഷൻസിലും കോമ്പിനേഷൻസിലും നമുക്ക് ആളുകളെ കാണാൻ പറ്റും. Presence and absence of several features in the anatomy, brain, hormone, sexual aptitude, likes, dislikes, fears, ഇതെല്ലാം ഈ ജെൻഡറിൽ ചെറിയ 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 വേരിയേഷൻസ് വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. The permutations and combinations of white and black, the list lengthens. ഈ എന്ത് ഫാക്ടറാണ് അവിടെ പ്ലേ ചെയ്യുന്നത്, അതിനനുസരിച്ച് ആ ജെൻഡറിൽ വ്യത്യാസം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാനുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം, ഒരു കുഞ്ഞ് ജനിച്ച് ആ ടെക്സ്റ്റുകളിൽ പോലും പറയുന്നത് എങ്ങനെയാണ്, ഡോക്ടറോ നേഴ്സോ കുഞ്ഞിനെ പുറത്തേക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോ, പേരൻസിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോ ബോയ് അല്ലെങ്കിൽ ഗേൾ എന്ന് പറയുമ്പോ അതിനെയാണ് നമ്മൾ ഇന്ന് വരെ ജെൻഡർ എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ആ ജനനം മുതൽ ഈ കുഞ്ഞ് വളർന്ന് ചിലപ്പോൾ ടീൻസിലെത്തി
അതിനുശേഷം 20-25 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഈ കുട്ടി പോലും റിയലൈസ് ചെയ്യുന്നത് അവന്റെ ഈ സോ കോൾ ജെൻഡർ, ജനിച്ചപ്പോ അവര് പറഞ്ഞ മെയിലെന്നോ ഫീമെയിലെന്നോ പറഞ്ഞതിൽ നിന്ന് കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണെന്ന്. ചില കേസുകളിൽ അത് വളരെ ഡിസ്ക്രീറ്റ് ആണ്. കുഞ്ഞു വളർന്നു തുടങ്ങുമ്പോൾ, ഒരു പെൺകുട്ടി വളർന്ന് കുറച്ചാവുമ്പോഴേക്കും അവളില് മെയിൽ ജെനറ്റൽസ് പ്രകടമാകുന്നു, ഓർഗൻസ് പ്രകടമാകുന്നു. സോ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ഇൻ അനാറ്റമി. നമ്മളുടെ ബേസിക് കൺസെപ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കിടക്കുന്നു. ഒരു കുട്ടി ജനനസമയത്ത് ആൺകുട്ടി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഹാൻഡ് ഓവർ ചെയ്ത കുട്ടി, അവൻ വളർന്നു വരുമ്പോൾ അവന്റെ ബ്രസ്റ്റുകൾ ഡെവലപ്ഡ് ആകുന്നു. അവിടെയൊക്കെ പ്രകടമായ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവരെ അവരവർക്ക് തന്നെ സ്പോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ചിലപ്പോൾ സമൂഹത്തിലെ ഫാമിലിയിലുള്ളവരത് സ്പോട്ട് ചെയ്യുന്നു. പക്ഷെ ഇതല്ലാത്ത അന്തർലീനമായിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കറിയാം പെർഫെക്റ്റ്ലി ഗേൾ, പക്ഷെ അവളുടെ ആക്ടിവിറ്റീസ്, മൂവ്മെന്റ്സ്, ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ ശരിക്കും ഒരു ആൺകുട്ടിയുടെ പോലെ. ചിലപ്പോൾ നേർച്ചറിങ് ആയിരിക്കാം, വളർത്തിയെടുത്തതിന്റെ രീതിയായിരിക്കും. അല്ലെങ്കിൽ ആ കുഞ്ഞ് അമ്മയുടെ വയറ്റിലായിരുന്ന സമയത്ത് the mother would have been exposed to a lot of stress. ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ഹൈ ആയിട്ടുണ്ടാവും. ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ഹൈ ആവുമ്പോഴേക്കും ഈ കുഞ്ഞില് അതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ദ ചൈൽഡ് ടേൺസ് ബോയ്ഷ്. അത് ആ കുട്ടി അതിന് ഉത്തരവാദിയല്ല. അപ്പൊ ഒരു പക്ഷേ ആ കുട്ടിയുടെ വൂമ്പിലായിരുന്ന കാലത്ത് ആ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ഹൈ ആയിട്ട് കിടക്കുമ്പോൾ കുട്ടി ചിലപ്പോൾ പെൺകുട്ടിയായിട്ടാണ് ജനിക്കുന്നതെങ്കിലും ബ്രെയിൻ മിക്കവാറും ഒരു മെയിൽ ബ്രെയിൻ ആയിരിക്കും ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പൊ മെയിൽ ബ്രെയിൻ ഇൻ എ ഫീമെയിൽ ബോഡി. ഒരു സൊസൈറ്റിയിൽ ജീവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളൊരു സെക്ഷൽ അഫിനിറ്റി എന്ന് പറയുന്നത് ഒരു ഫീമെയിലിന് മെയിലിനോടും ഒരു മെയിലിന് ഫീമെയിലിനോടും ഉണ്ടാകുന്നതിനാണ് നമ്മൾ സെക്ഷൽ അഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന ഈ കുട്ടി പെൺകുട്ടിയാണ്, ബട്ട് ഷീസ് ഗോട്ട് എ മെയിൽ ബ്രെയിൻ. തിങ്കിങ്ങും എല്ലാത്തരം പ്രോസസ്സുകളും ഒരു മെയിൽ ബ്രെയിനിന്റെ രീതിയാണ്, ആക്ടിവിറ്റിയാണ്. ഒരു മെയിലിന് അഫിനിറ്റി ഉണ്ടാകുന്ന ആരോടാണ്? ഒരു ഫീമെയിലിനോടാണ്. അപ്പൊ ഈ മെയിൽ ബ്രെയിൻ എപ്പോഴും തേടുന്നത് ഒരു ഫീമെയിലിനെ ആയിരിക്കും. അപ്പോ ഒരു പാർട്ട്ണറായിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലോസ്നെസ്സോ ഫീൽ ചെയ്യുന്ന ആരോടാണ്? ഒരു ഫീമെയിലിനോടാണ് ക്ലോസ്നെസ് ചെയ്യുന്നത്. പക്ഷെ ബോഡി വൈസ് ഇതാരാണ്? ഇതും ഒരു ഫീമെയിൽ ആണ്. ആരോടാണ് അടുപ്പം വന്നേക്കുന്നത്? ഒരു ഫീമെയിലിനോടാണ്. അപ്പൊ അവിടെ നമ്മുടെ സമൂഹത്തിന് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ക്ലോസ്നെസ് ഡെവലപ്പ് ചെയ്യും. ഒരുപാട് മനുഷ്യരെ കാണാനായിട്ട് കഴിയും. ഈ അടുത്ത കാലം വരെ പലപ്പോഴും ഇത് ഹൈഡ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്, കാരണം അവർക്ക് സമൂഹത്തെ ഭയമായിരുന്നു. ഇന്ന് നമ്മൾ ഈ മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് കോൺക്രീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന രണ്ട് ജെൻഡറുകളെ കൂടാതെ നമ്മൾ അവരെ അതർ ജെൻഡർ എന്നാണ് പറയുന്നത്. ഇന്ന് പലപ്പോഴും ഫോമുകൾ ഫില്ല് ചെയ്യുമ്പോൾ ഇപ്പൊ സ്പേസ് ഉണ്ട് അതിന്. പണ്ട് പലരും അതിന്റെ മുൻപിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവാം. അവർക്ക് എന്താണ് സത്യസന്ധമായിട്ട് അത് രേഖപ്പെടുത്തണമെങ്കിൽ എന്തെന്ന് രേഖപ്പെടുത്തും എന്ന് അവര് കുഴങ്ങിയിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവാം. അപ്പൊ ഇന്ന് നമ്മൾ ഈ അതർ ജെൻഡറിന്റെ കീഴിൽ ഇതൊരു എക്സോസ്റ്റീവ് ലിസ്റ്റ് അല്ല, കാരണം ഇന്നും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ബീൻ ആഡഡ് ടു, കൂടുതൽ കാര്യങ്ങൾ ഇതിലേക്ക് ചേർക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോ ഈ അതർ ജെൻഡർ എന്ന് പറയുന്നതിൽ നിങ്ങൾ ആ ടേം കേട്ടിട്ടുണ്ടാവും, LGBTQ. ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കേൾക്കുകയും പറയുകയും ചെയ്യുന്ന ഒന്നാണ് LGBTQ. എന്താണ് LGBTQ? ഈ അതർ ജെൻഡറിന്റെ കീഴിൽ വരുന്ന ടെർമിനോളജി ആണത്. ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, പ്യോർ.
ഇതിനെയാണ് നമ്മൾ ഇന്ന് LGBTQ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് പറയാനാണെങ്കിൽ ഫസ്റ്റ് വൺ L, that is lesbian. Who's a lesbian? Lesbian is a homosexual. Sexual affinity സെയിം കൈൻഡിനോടുള്ള ഒരു വ്യക്തി, യൂഷ്വലി യൂസ്ഡ് എസ്പെഷ്യലി ഓഫ് എ വുമൺ. ഒരു സ്ത്രീയോട് എഫിനിറ്റി, സെക്ഷൽ എഫിനിറ്റി വരുമ്പോഴാണ് നമ്മൾ ആ സ്ത്രീയെ നമ്മൾ ലെസ്ബിയൻ എന്ന് പറയുന്നത്. സിമിലർലി ഗേ, അവിടെ ഒരു പുരുഷനോട് സെക്ഷൽ എഫിനിറ്റി വരുമ്പോഴാണ് നമ്മൾ അദ്ദേഹത്തെ ഗേ എന്ന് പറയുന്നത്. ഇനി ബൈസെക്ഷൽ എന്ന് പറയുന്നത് സെക്ഷലി അട്രാക്റ്റഡ് ടു ബോത്ത് മെൻ ആൻഡ് വിമൻ. ഒരുപോലെ സ്ത്രീയോടും പുരുഷനോടും സെക്ഷൽ എഫിനിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ബൈസെക്ഷൽ എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ ന്യായമായിട്ടും ചിന്തിച്ചേക്കാം, ഇതെന്തിനാണ് ജെൻഡറിന്റെ കീഴിൽ നമ്മൾ പറയുന്നത്? ഒരു ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ, അവർ സ്ത്രീയല്ല, അവരുടെ ജെൻഡർ സ്ത്രീയാണ്. ഗേ എന്ന് പറഞ്ഞ പുരുഷൻ, അയാളുടെ ജെൻഡർ പുരുഷനാണ്. ഈ ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ അവരുടെ താല്പര്യമാണത്, പക്ഷെ അവര് ആയിരം സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ അല്ലെ, പിന്നെ എന്തിനാണ് ഈ ജെൻഡറിന്റെ കീഴിൽ ഇതിനെയൊക്കെ കൊണ്ടുവരുന്നത്? പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈ ജെൻഡർ എന്ന് പറയുന്നത് ഇതെല്ലാം ഉൾപ്പെടെയാണ് ഒരാളുടെ ജെൻഡർ ഡിസൈഡ് ചെയ്യുന്നത്. അല്ലാതെ അയാളുടെ അനാറ്റമിക്കൽ സ്ട്രക്ചർ വെച്ചിട്ട് ഇറ്റ് ഇസ് ഐദർ മെയിൽ ഓർ. പക്ഷെ ജെൻഡർ എന്ന് പറയുമ്പോൾ ഇത്തരം എഫിനിറ്റീസും ആപ്റ്റിറ്റ്യൂഡും എല്ലാം ഉൾപ്പെടെയാണ് ഒരു വ്യക്തിയുടെ ജെൻഡർ ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ടേംസ് ഒക്കെ ഇതിന്റെ കീഴിൽ വരുന്നത്. എബവ് സെക്ഷൻസ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ഈ 3 സെക്ഷനും ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ സെക്ഷുവൽ. They might be perfect men, perfect women, perfect male, perfect female, but the affinities decide their gender. ഇനി അടുത്തതായിട്ട് 4ാമതായിട്ട് നമ്മുടെ T എന്നുള്ളത് ട്രാൻസ്ജെൻഡർ. ആ ടേം ഇന്ന് പലർക്കും പരിചിതമാണ്. They are anatomically different. They are anatomically different. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഒരു സ്ത്രീ ശരീരത്തില് ഒരു ജെനിറ്റൽ ഓർഗൻസ്, ഒരു മെയിൽ ഓർഗൻ ഉണ്ടാവുക, തിരിച്ചും ഉണ്ടാവുക, ഇതിനെയൊക്കെയാണ് നമ്മൾ ഒരു ട്രാൻസ്ജെൻഡർ. ഇപ്പൊ ഒരു സ്ത്രീ അവർക്ക് ഭയങ്കരമായിട്ട് മുസ്റ്റാഷും മീശയും താടിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹോർമോൺ ലെവലിലുള്ള ആ ഡിഫറൻസ് അത് അവരെ പതുക്കെ ഒരു പുരുഷന്റെ രീതിയിലേക്കാക്കി മാറ്റുന്നു. ഇത്തരം ആളുകളെയാണ് നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വിഷമിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടരാണിത്. അവരോട് കാണിക്കുന്ന അവഗണനയാണ് പലപ്പോഴും അവരെ ഇത്രയേറെ എഗ്രസീവ് ആക്കുന്നത്. അവരെ കുറിച്ച് നമ്മൾ മോശമായ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന, പലപ്പോഴും സർവൈവലിനൊക്കെ വേറെ മാർഗമില്ലാതെ വരുമ്പോഴാണ് അവർ ഈ സെക്സ് വർക്കേഴ്സ് ഒക്കെ ആയിട്ട് മാറുന്നത്. കുടുംബങ്ങൾ ആദ്യമേ അവരെ ഡിസ്കാർഡ് ചെയ്യും. ഇങ്ങനത്തെ ഒരു ജന്മം ശാപമാണ്, ദേ ആർ അൺഓസ്പീഷ്യസ്, അവരിങ്ങനെ ശകുനം, മോശ ശകുനം അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് കൊണ്ട് തന്നെ ആദ്യമേ തന്നെ അവർ ഫാമിലിയിൽ നിന്ന് ഡിസ്കാർഡഡ് ആണ്. പിന്നെ സൊസൈറ്റി ആണെങ്കിൽ അവരെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അപ്പോ അത്തരം ആളുകളെ കുറിച്ച് നിങ്ങൾ വായിക്കും. ഇപ്പൊ നമ്മളുടെ കേരളം ഇച്ചിരി ഫോർവേഡ് ആയ ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടതാണ്. ഫോർവേഡ് ആണ് ഈ ഒരു കാര്യത്തിൽ. പലപ്പോഴും വേറെ രാജ്യങ്ങളിലൊന്നും അങ്ങനത്തെ ഒരു നീക്കം ഉണ്ടായില്ല. നമ്മുടെ മെട്രോ സ്ഥാപിക്കപ്പെട്ടപ്പോഴേക്കും ട്രാൻസ്ജെൻഡേഴ്സിന് അവിടെ ജോബ് കൊടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ക്യൂർ. വാട്ട് ഇസ് ക്യൂർ? നോട്ട് ഷുവർ വിച്ച് ഓഫ് ദി അബവ് ബട്ട് ഡിഫറെന്റ്. ഈ ക്യൂർ എന്നുള്ള വാക്കിന്റെ സിനോണിം തന്നെ സ്ട്രേഞ്ച് അല്ലെങ്കിൽ ഓഡ്. അവർക്ക് തന്നെ പലപ്പോഴും ഐഡന്റിറ്റി ക്രൈസിസിലൂടെ കൂട്ടിട്ട് ഭയങ്കരമായിട്ട് കടന്നു പോകും. അവർക്കറിയാം എന്തോ വ്യത്യാസമുണ്ട്, പക്ഷെ എന്താണ് ആ വ്യത്യാസം എന്ന് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ളവര്. Coexisted but not obvious. ഈ LGBTQ പുതിയ ഒരു കണ്ടുപിടുത്തമല്ല. They always coexisted in our society, but they never revealed themselves. അവരൊരിക്കലും വെളിച്ചത്ത് പറയാനായിട്ട് തയ്യാറായില്ല. കാരണം എന്താണ്? ഫിയർ ഓഫ് ബീങ് ഹ്യൂമിലിയേറ്റഡ് ഓർ മാർജിനലൈസ്ഡ്. അവരെ അപമാനിക്കുക, അവരെ വിളിമ്പിലേക്ക് മാറ്റി നിർത്തുക. സൊസൈറ്റി ബ്രാൻഡഡ് ദം ആസ് കഴ്സ്ഡ്, ഇൻഓസ്പീഷ്യസ്. അവരെപ്പോഴും
ശപിക്കപ്പെട്ടവരാണ്, മോശം ശകനങ്ങളാണെന്നുള്ള രീതിയിൽ എപ്പോഴും സൊസൈറ്റി അവരെ ബ്രാൻഡ് ചെയ്തിരുന്നു. ഇഫ് റിവീൽഡ്, അവരെന്തെങ്കിലും അവരുടെ അവസ്ഥ തുറന്നു പറയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ they would be immediately thrown out of their families. കുടുംബങ്ങൾക്കാണ് പലപ്പോഴും ഇത് ആക്സെപ്റ്റ് ചെയ്യാനും പ്രയാസം. സമൂഹത്തില് ഇവരെ മക്കളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, ഇങ്ങനത്തെ വ്യക്തി സ്ട്രേഞ്ചനസ് ഉള്ളവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നിൽക്കാനോ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അറ്റ് ദി ഏർലിയസ്റ്റ് ഓടിച്ച് കളയുക, അവരെ പുറത്താക്കുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത്. സോ മോസ്റ്റ് ഓഫ് ദം ലിവ്ഡ് എ സ്ട്രെസ്ഡ് ആൻഡ് ഓർഫൻഡ് ലൈഫ്. സ്ട്രെസ്, ഭയങ്കരമായ സ്ട്രെസ്സാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, പലപ്പോഴും ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യത്തില് അവർക്ക് ഒരു പുരുഷന് സ്ത്രീ ഒരു അഫിനിറ്റി അല്ലെങ്കിൽ അതിനോടൊരു ഇൻക്ലിനേഷൻ വന്നാൽ അവർ പല പല സർജറികളിലൂടെ കടന്നു പോയിട്ട് ഒരു സ്ത്രീ ശരീരം എക്വയർ ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, തിരിച്ചും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു തീരുമാനത്തിലെത്തുന്നവരെ ഇവര് ഭയങ്കര സ്ട്രെസ്സിലാണ്. ഇനി അങ്ങനെ ഒരു തീരുമാനം എടുത്താല് അത്തരം സർജറിയിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴേക്കും അവർക്കുണ്ടാകുന്ന സൈക്കോളജിക്കൽ ഇമ്പാക്ട് അതിലും വലുതാണ്. അവർക്ക് അവരോട് തന്നെ അഡാപ്റ്റ് ചെയ്യാനും പിന്നീട് സമൂഹത്തിലെ ഒരു അഡാപ്റ്റ് ചെയ്ത് ഒരു പ്രോപ്പർ സെറ്റപ്പിലേക്ക് വരാനും ഒക്കെ അവർ ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്യും. പിന്നെ ഈ വേണ്ടാതെ നടക്കുന്ന ഈ സർജറികള്, അതുമൂലം അകത്ത് ചെല്ലുന്ന മരുന്നുകള്, വിവിധ തരം ഹോർമോണുകള്, ഇതെല്ലാം മനുഷ്യനെ തകർത്ത് കളയും. നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം, പലപ്പോഴും ഇത്തരം ലിംഗമാറ്റ ശസ്ത്രക്രിയക്കൊക്കെ വിധേയരായിട്ടുള്ള ആളുകളൊന്നും പലപ്പോഴും അധികകാലം ജീവിച്ചിരിക്കുന്നില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് ഋതുപർണ ഘോഷ്. വളരെ ടാലന്റഡ് ആയിട്ടുള്ള സംവിധായകനാണ്, സിനിമാ സംവിധായകനാണ്. ഋതുപർണ ഘോഷിന്റെ ചിത്രാംഗത കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. സംവിധായകൻ തന്നെയാണ് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. എന്തായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്? ഒരു പുരുഷൻ സ്ത്രീ ആയിട്ട് മാറാനായിട്ടുള്ള അറ്റംപ്റ്റുകള്, ശ്രമങ്ങള്, സർജറികള്, കടന്നു പോകുന്ന മാനസിക പീഡകള്. ഇനി മറ്റൊരു കാര്യം, ഋതുപർണ ഘോഷ് ഇന്നില്ല. 48 വയസ്സ്, അതിനുള്ളിൽ ആള് പോയി. അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു സംവിധായകനായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്തരം സ്ട്രെസ്സുകള്, അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന അനാഥത്വം, ഇതൊക്കെയാണ് അവരെ ഇത്തരം ഇങ്ങനെ ഒരു ജീവിതത്തിന്റെ അറുതിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത്. They never got the consideration as a human being. സങ്കടമുള്ള കാര്യമാണ്. അവരും ഈ ഭൂമിയിൽ ജനിച്ച അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് എന്തൊക്കെയോ ചില വ്യത്യാസങ്ങൾ, പക്ഷെ അതിന് അവർ ഒരുപാട് മറുപടി പറയേണ്ടി വരുന്നു. Scenario in India. At least in India, this should not have been the attitude to the other gender. ഈ അതർ ജെൻഡറിനോട് ഒരിക്കലും ഇന്ത്യയിലെങ്കിലും നമ്മൾ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം എന്താണ്? വി ഹാവ് എപ്പിക് ക്യാരക്ടേഴ്സ് ലൈക്ക്, നമുക്കിത് ഒട്ടും പുതുമയുള്ള കാര്യമല്ല. കാരണം നമ്മുടെ എപ്പിക്കുകളിൽ പറയുന്ന അർദ്ധനാരീശ്വരൻ, ഇരാവാൻ, ശിഖണ്ഡി, ബൃഹന്നള, മോഹിനി, ഇതെല്ലാം ഇത്തരം ട്രാൻസ് ക്യാരക്ടേഴ്സ് ആണ്. പക്ഷേ നമ്മുടെ അപ്പുറവും ഇങ്ങനത്തെ ഒരു വ്യക്തിയെ നമ്മൾ സ്പോട്ട് ചെയ്താല് ഇമ്മീഡിയറ്റ്ലി നമ്മൾ അവരെ സ്ട്രേഞ്ച് ആയിട്ട് കാണുന്നു. ഈവൻ ഇൻ ഇന്ത്യ ദ സിറ്റുവേഷൻ വാസ് നോട്ട് അഫർമേറ്റീവ് ഫോർ ദ LGBT. അബവ് ഓൾ ലൈഫ്, ജീവിതമാണ് പ്രധാനം. ഇപ്പൊ നമ്മുടെ കാല് മുറിച്ച് കളയേണ്ടി വന്നാല്, അല്ലെങ്കിൽ കാലില്ലാതെ ജനിച്ചാല്, അവയവങ്ങളില്ലാതെ ജനിച്ചാല് ഒക്കെ നമ്മൾ ജീവിക്കുന്നുണ്ട്, ജീവിക്കാൻ അനുവദിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് വ്യത്യസ്തരായ ഈ ജീവികളെയും നമുക്ക് ജീവിക്കാൻ അനുവദിച്ചുകൂടാ? ഡിഫറെന്റ്, ദാറ്റ്സ് ഓൾ. ബട്ട് അബവ് ഓൾ ലൈഫ്, എല്ലാവർക്കും ജീവിക്കാനായിട്ടുള്ള ഒരു അവകാശമുണ്ട്. ഇഫ് ദാറ്റ് ഇസ് വാട്ട് ദേ ആർ, ലെറ്റ് ദം ബി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അവരും നമ്മളോടൊപ്പം കോ എക്സിസ്റ്റ് ചെയ്യട്ടെ, അവരും ജീവിക്കട്ടെ, അവരുടെ കാര്യങ്ങൾ അവർ നേടിയെടുക്കട്ടെ. At a particular period of time, the atrocities addressed were those imposed by men on women. സ്ത്രീകളുടെ പുറത്ത് ഇമ്പോസ് ചെയ്യപ്പെട്ടിരുന്ന അട്രോസിറ്റീസ് ബൈ മെൻ, പുരുഷാധിപത്യം മൂലം, അതായിരുന്നു ഈ അടുത്ത കാലം വരെ നമ്മൾ അഡ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന്, now it is high time that the atrocities imposed on the LGBTQ by both men and women are addressed. അവിടെ ഒരു പുരുഷൻ സ്ത്രീയെ പീഡിപ്പിക്കുകയല്ല ചെയ്യുന്നത്, പകരം
ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ് എന്ന് വിചാരിക്കുന്നവര് ഈ LGBTQന്റെ പുറത്ത് ഇമ്പോസ് ചെയ്യുന്ന അട്രോസിറ്റീസ്, ഇനി അക്കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങേണ്ടതും അതിനുള്ള പരിഹാരമാണ് കാണേണ്ടത്. പ്രസന്റ്ലി ദർ ഇസ് എ ലോട്ട് ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഫോർ ദം. അവർക്കും ഈ റീസെന്റ് ആയിട്ട് കാര്യങ്ങള് മാറി വരുന്നുണ്ട്. അവർക്കുള്ള പ്രൊട്ടക്ഷന് ലോ വഴി ഇമ്പോസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ലോസ് ഫോർ പ്രൊട്ടക്ഷൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. പക്ഷെ അത് ഇന്നും വയലേറ്റ് ചെയ്യപ്പെടും അല്ലേ? അതുപോലെ ലോയുടെ പ്രൊട്ടക്ഷൻ അത് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇറ്റ്സ് ബീൻ റിട്ടൺ സംവെയർ, ബട്ട് ടു പുട്ട് ഇറ്റ് ഇൻ ടു പ്രാക്ടീസ് നമ്മൾ ഓരോരുത്തരും മനസ്സ് വെച്ചേ പറ്റും. But as the laws for the protection of women are violated incessantly, the protection assured by law for the other gender is also violated. ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ we have to take decisions purposefully, we have to use intelligence. നമ്മളിങ്ങനെ ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ അറപ്പോടെയോ അല്ലെങ്കിൽ ഇഷ്ടകേടോടുകൂടെയോ അല്ലെങ്കിൽ എന്തൊരു സ്ട്രേഞ്ച്നെസ് അങ്ങനെ വിചാരിച്ചു തുടങ്ങുമ്പോൾ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാം. നമ്മൾ ഇത്രയും കാലം കൊണ്ട് നേടിയ അറിവ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ അവയർനെസ്, it should immediately come to play. It should immediately tell us, see, it is also a human being. അതും ഒരു ജീവനാണ്. It has the right to exist on this earth. It has the right to coexist with us. Equal doesn't mean identical. ഈക്വൽ എന്നുള്ള ടേമിന് പുറത്ത് നമ്മൾ ഒരുപാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക, നമ്മൾ ഈക്വൽ ആക്കാനായിട്ട് കാര്യങ്ങൾ ഐഡന്റിക്കൽ ആവണം എന്നുള്ളതല്ല. അതുകൊണ്ടാണല്ലോ സ്ത്രീയും പുരുഷനും എപ്പോഴും വ്യത്യസ്തരല്ലേ, പിന്നെ എങ്ങനെ അവർ ഈക്വൽ ആകും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എന്നും ബാക്കി വരുന്നത്. ഈക്വൽ ആവാനായിട്ട് നമ്മൾ ഐഡന്റിക്കൽ ആവണം എന്നില്ല. ഈക്വൽ എന്ന് പറഞ്ഞാൽ വേറൊരു കൺസെപ്റ്റാണ്. ഓൾ ഹ്യൂമൻ ബീയിങ്സ് ഷുഡ് ബി ട്രീറ്റഡ് ഈക്വൽ. All human beings should be treated equal. All human beings are not identical. അപ്പൊ അതല്ലേ നമ്മൾ പറഞ്ഞു വന്നത്. മെയിലും ഫീമെയിലും മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ അതർ ജെൻഡറിനെ കൂടി കൺസിഡർ ചെയ്യുവാണെങ്കിൽ നോക്കൂ എത്ര എത്ര വെറൈറ്റി ആണ് വരുന്നത്. സോ ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ നോട്ട് ഐഡന്റിക്കൽ. ടു ബി ട്രീറ്റഡ് ഈക്വൽ ഡസ് നോട്ട് റിക്വയർ ടു ബി ഐഡന്റിക്കൽ. ഒരു ഇക്വാളിറ്റി ലഭിക്കണം എന്നുണ്ടെങ്കിൽ, ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ ഐഡന്റിക്കൽ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഹെൻസ് ഓൾ ഹ്യൂമൻ ബീയിങ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ ബീയിങ്, അവരുടെ സ്വത്വം എന്താണ് എന്നുള്ളത് കണക്കാക്കാതെ ഷുഡ് ബി അഷ്വേർഡ് ഇക്വിറ്റി ലീഡിങ് ടു, so whether it be LGBTQ or whether it be a male or a female, irrespective of their being, they should be assured equity leading to equality. That means it should be assured equality. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്, പൊളിറ്റിക്കലി കറക്റ്റ്. ഇനി നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികളോടും നമ്മളുടെ മക്കളോടും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഈ പറയുന്ന പെർട്ടിക്കുലർ ഫ്രേസ്, പൊളിറ്റിക്കലി കറക്റ്റ്. This new term implies a lot. As a prime step, gender neutrality in language is asserted. ഇന്ന് ഒരുപാട് കൺസെപ്റ്റുകൾ, ഐഡിയാസ് അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇറ്റ്സ് പൊളിറ്റിക്കലി കറക്റ്റ്, ഇറ്റ്സ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതായത് ഇത്രയും കാലം ജീവിച്ച ജീവിതത്തിൽ നിന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ മാസ് ചെയ്തിട്ടുള്ള ചില ഐഡിയാസ് അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. പിന്നെ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ളത് എന്താണ്? അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ, ഒരുപാട് മേഖലകളിൽ ഇപ്പോൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് റിസർച്ച് വരെയൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ ജെൻഡർ ഇഷ്യൂല് നമ്മൾ എന്താണ് ഈ പൊളിറ്റിക്കലി കറക്റ്റ് എന്ന് പറയുന്നത്? ആസ് എ പ്രൈം സ്റ്റെപ്പ്, ജെൻഡർ ന്യൂട്രാലിറ്റി ഇൻ ലാംഗ്വേജ് ഇസ് അസർട്ടൻഡ്. നമ്മൾ സംസാരിക്കുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ തന്നെ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ടേംസ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫോർ എക്സാമ്പിൾ, നോട്ട് ഹെഡ് മാസ്റ്റർ ഓർ ഹെഡ് മിസ്ട്രസ് ബട്ട് ഹെഡ് ടീച്ചർ. അപ്പൊ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ടേം എന്താണ്? ഹെഡ് ടീച്ചർ ആണ്.
ഇറ്റ് ഇസ് നോട്ട് ഹെഡ് മാസ്റ്റർ ഓർ ഹെഡ് മിസ്ട്രസ്. അപ്പൊ ഇന്നലെ വരെ നമ്മൾ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നതും ഹെഡ് മിസ്ട്രസ് എന്ന് പറയുന്നതും കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് മുതല് ലാംഗ്വേജ് വൈസ് അങ്ങനെ വേർഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല. പക്ഷേ നിങ്ങൾ ഇതിനെക്കുറിച്ച് അവെയർ ആയിട്ടുള്ള നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഹെഡ് ടീച്ചർ എന്നാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഇറ്റ് ഇസ് എ പോലീസ് ഓഫീസർ ആൻഡ് നോട്ട് എ പോലീസ്മാൻ. ചെയർപേഴ്സൺ ആൻഡ് നോട്ട് എ ചെയർമാൻ. അപ്പൊ ലാംഗ്വേജിന്റെ കാര്യമാണ് ഞാനിപ്പോ ആദ്യം പറയുന്നത്. കാരണം നമ്മൾ ബലമായിട്ട് നമ്മളെ തന്നെ ഇത് പഠിപ്പിക്കുകയും ഇത് പ്രയോഗിക്കാൻ ശീലിപ്പിക്കുകയും ചെയ്താൽ ദ ഡിഫറൻസ് ബിഗിൻസ് ഫ്രം ദർ. നിങ്ങൾ ഒരു ടോക്ക് കൊടുക്കുമ്പോഴേക്കും നിങ്ങൾ ദ ചെയർപേഴ്സൺ ഒബ്വിയസ്ലി ഈസ് എ മെയിൽ, പക്ഷെ നിങ്ങൾ ചെയർമാൻ എന്ന് പറയുന്നില്ല, പകരം ചെയർപേഴ്സൺ എന്ന് പറയും. അപ്പൊ അത് പറയുന്ന നിങ്ങളും അത് കേൾക്കുന്ന 50-60 ആളുകളുടെ മനസ്സിലേക്ക് ആ ഒരു പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ടേം ആഴത്തിൽ ഇറങ്ങുന്നു. ഇറ്റ്സ് ബീൻ ഇൻകൾക്കേറ്റഡ് ഇൻ ദോസ് പേഴ്സൺ, ഇൻ ദോസ് പീപ്പിൾ. പെർഹാപ്സ് യു മൈറ്റ് ഹാവ് നോട്ടീസ്, ഞാൻ നേരത്തെ ഒരു സ്ലൈഡില് മാൻ കൈൻഡ്, എന്റെ ഒരു ടെൻഡൻസി, ഇത്രയും കാലം ജീവിച്ച ജീവിതത്തിൽ നിന്ന് എന്റെ ഒരു ടെൻഡൻസി മാൻ കൈൻഡ് എന്ന് ടൈപ്പ് ചെയ്യാനാണ്. പക്ഷേ ഞാനത് മാൻ കൈൻഡ് ശരിയല്ല, ഹ്യൂമൻ കൈൻഡ് എന്ന് ഞാൻ കറക്റ്റ് ചെയ്തു തുടക്കത്തിൽ എവിടെയുള്ള ഒരു സ്ലൈഡില്. അപ്പൊ യു മസ്റ്റ് ഹാവ് നോട്ടീസ് ഹ്യൂമൻ കൈൻഡ് ഇൻസ്റ്റെഡ് ഓഫ് മാൻ കൈൻഡ് വൺ ഓഫ് ദ സ്ലൈഡ്സ്. അതൊരു അറ്റംപ്റ്റ് ആണ്, ഒരു ശ്രമമാണ്. അങ്ങനെ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്താണ് നമ്മൾ ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. When each individual turns politically correct, it will reflect in the society too. നിങ്ങൾ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ടേംസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൊളീഗ്സ് ഇന്ന് അവര് അന്തിച്ചിങ്ങനെ നോക്കിയാലും നാളെ അവർ ആ ടേംസ് യൂസ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ക്ലാസ് റൂമുകളിൽ നിങ്ങൾ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ടേംസ് യൂസ് ചെയ്യുമ്പോൾ നാളെ നിങ്ങളുടെ വിദ്യാർത്ഥികൾ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ടേംസ് യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അതിലൂടെ തുടങ്ങുന്ന മാറ്റങ്ങൾ നമുക്ക് മറ്റ് മേഖലകളിലേക്കും എത്തിക്കാനായിട്ട് പറ്റും. മറ്റൊരു കാര്യം, ഇന്ന് യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ തീസീസ്, പബ്ലിക്കേഷൻസ്, പേപ്പർ പ്രസന്റേഷൻസ്, ഇതിലൊക്കെ അവർ ഭയങ്കരമായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള യൂസേജസിനാണ്. പൊളിറ്റിക്കലി കറക്റ്റ് അല്ല നിങ്ങളുടെ പേപ്പർ എങ്കിൽ, നിങ്ങൾ പബ്ലിക്കേഷൻ തീസീസ് എങ്കിൽ അത് തടയപ്പെടുന്നുണ്ട്. അത്തരം അറ്റംപ്റ്റുകൾ നടക്കുന്നുണ്ട്. പൊളിറ്റിക്കലി കറക്റ്റ് another term is cisgender. ഇപ്പൊ ആളുകൾ പതുക്കെ യൂസ് ചെയ്ത് തുടങ്ങി. ഈ cisgender എന്ന് പറഞ്ഞാല് is a term for people whose gender identity matches their sex assigned at birth. അതായത് ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് ആൺകുട്ടി എന്ന് പറഞ്ഞു പുറത്തേക്ക് കൊടുക്കുന്നത് ഒരു പെർഫെക്റ്റ് മെയിൽ ആയിട്ട് വളരുന്നു, എക്സിസ്റ്റ് ചെയ്യുന്നു. പെൺകുട്ടി എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഒരു പെർഫെക്റ്റ് ഫീമെയിൽ ആയിട്ട് വളരുന്നു, വലുതാകുന്നു, എക്സിസ്റ്റ് ചെയ്യുന്നു. അത്തരം കൂട്ടരെയാണ് നമ്മൾ സിസ് ജെൻഡർ എന്നുള്ള ടേം കൊണ്ട്. എന്തുകൊണ്ട് ആ ടേം ഇപ്പൊ ആവിർഭവിച്ചു എന്ന് ചോദിച്ചാൽ, അതേഴ്സ്, ഇത് രണ്ടും അല്ലാത്ത അതേഴ്സ്, ഇഫ് ദേ ആർ ട്രാൻസ്ജെൻഡേഴ്സ്, ഈസ് ആർ സിസ് ജെൻഡേഴ്സ്. അപ്പൊ പിന്നെ അതില് ഭയങ്കരമായിട്ട് മെയിൽ, ഫീമെയിൽ, ദേ ആർ ദ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ LGBT. അപ്പൊ സിസ് ജെൻഡർ കുറച്ചും കൂടി ഒരു ബ്ലാങ്കറ്റ് ടേം ആണ്. The gender which fall within the definition of male and female are now collectively termed cisgenders, genders and transgenders. Thinking definitions. What is the need of the art? We have to discard all the biases. We have yet to know perhaps a better attitude of the society than the protection offered by law will make reveal more. ഇപ്പൊ ഇന്ന് നമ്മള് വൺ ആഫ്റ്റർ ദി അതർ ലിസ്റ്റ് ചെയ്ത LGBTQ ചിലപ്പോ ഇനിയും ആ ലിസ്റ്റിലേക്ക് ആഡ് ഓൺ ചെയ്തേക്കും. ഈ സമൂഹത്തെ ഭയക്കുന്നത് കൊണ്ട് മാത്രമായിരിക്കാം അതിൽ നിന്നും വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും അവരെന്താണെന്ന് റിവീൽ ചെയ്യാത്തത്. അവര് റിവീൽ ചെയ്യട്ടെ, അവരും ഈ സൊസൈറ്റിയുടെ ഭാഗമാണ്. അവരെയും നമ്മൾ അവരെന്താണോ അതുപോലെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ they feel a lot more secured in this society. So that is the need of the hour. We have to discard all biases and we have to accept people as they are. Definitions will change for the better. All the definitions, leaving out the kind of biases,
the attitude we have developed all these years. If we drop all that, better definitions will come. With open arms and open minds, let us accept the world as it is. ഏറ്റവും സ്വസ്ഥമായിട്ട് ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത് കാര്യങ്ങൾ എങ്ങനെയാണോ അതുപോലെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്. ഒരു പുഴ ഒഴുകുന്നത് അതിന് അതിന്റെ വഴിയുണ്ട്. ആ പുഴയെ അങ്ങനെ ഒഴുകാൻ വിട്ടാൽ ആ പുഴ ഒഴുകി പോകും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ആ പുഴ ഒഴുകുന്നതിനിടക്ക് അത് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അതിന്റെ വശത്തുള്ള ഭൂമിയെ നനക്കുന്നു, മരങ്ങളെ വളരാൻ സഹായിക്കുന്നു, അതിൽ വീഴുന്ന വൃക്ഷങ്ങളിൽ നിന്നുള്ള അതിന്റെ പഴങ്ങള് കുരുക്കളൊക്കെ വേറെ ഇടങ്ങളിൽ എത്തിക്കുന്നു, അവിടെ വേറെ മരങ്ങൾ മുളക്കുന്നു. അതിന്റെ ദൗത്യം അത് നിറവേറുന്നുണ്ട്. പക്ഷെ സ്വസ്ഥമായിട്ട് സ്വച്ഛമായിട്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓരോ മനുഷ്യ ജീവിതം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലോകം കുറെ കൂടെ മെച്ചപ്പെട്ട ഒരു സ്ഥലമാകും. So with open arms and open minds, let us accept the world as it is. Thank you. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മാഡം, എനിക്കൊരു സംശയമുള്ളത്, പ്രത്യേകിച്ചും ഈ ജെൻഡർ ഈക്വാലിറ്റി, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത്രയും നാൾ വരെ സ്ത്രീ സമത്വം എന്ന ഇതിലായിരുന്നല്ലോ നിന്നിരുന്നത്. അപ്പൊ അതില് ഇപ്പോൾ മാഡം പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ സ്ത്രീ സമത്വം അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിരുന്നു. പക്ഷെ ഇപ്പോഴും അത് പൂർണ്ണമായ രീതിയിൽ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതിൽ ഒരു ഘടകം എനിക്ക് തോന്നുന്നത് ഈ സ്ത്രീകളിൽ തന്നെയുള്ള മറ്റു സ്ത്രീകളോടുള്ള വിവേചനം ഉണ്ടല്ലോ. ഉദാഹരണമായിട്ട് പറയുന്നത്, കേരളത്തിൽ അത് അത്രത്തോളം ഇല്ല. മെയിനായിട്ട് വരുന്നത് ഈ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ നമ്മൾ പല രീതിയിൽ വിവേചിച്ച് കിടക്കുന്നവരാണ്. ഉയർന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക്, മറ്റ് സംസ്ഥാനങ്ങളിലാണ് ഇത് കൂടുതലായിട്ടുള്ളത്, താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകളെ അവര് പരിഗണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ സ്ത്രീകളുടെ ഇടയിൽ തന്നെ സ്ത്രീ സമത്വത്തിന്റെ ഒരു പ്രസക്തി നഷ്ടപ്പെടുന്നില്ലേ എന്നൊരു സംശയമുണ്ട് എനിക്ക്. മനോജ് സാർ അല്ലേ സംസാരിക്കുന്നത്? അതെ അതെ അതെ. മനോജ് സാറേ, ഇപ്പോ മനോജ് സാർ പറഞ്ഞൊരു കാര്യം, അവിടെ ഈ സ്ത്രീ എന്ന് പറഞ്ഞതുപോലെ മനോജ് സാറ് പുരുഷൻ എന്നൊന്ന് പ്ലേസ് ചെയ്ത് നോക്കൂ. അപ്പൊ ഉയർന്ന ജാതിയിലുള്ള പുരുഷൻ താഴ്ന്ന ജാതിയിലുള്ള പുരുഷനോടും ഇത് തന്നെയല്ലേ അവിടെ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഉണ്ട് അല്ലേ? അപ്പോ അവിടെ ഈ പറയുന്ന ജെൻഡർ ഡിസ്ക്രിമിനേഷനെക്കാളേറെ എനിക്കൊന്നിന് സാറ് പറഞ്ഞൊരു സിറ്റുവേഷനിൽ ഈ കാസ്റ്റിസത്തിന്റെ ഒരു ധാർഷ്ട്യമാണ് അവിടെ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ഉയർന്ന ജാതിയിലുള്ള ഒരാളുടെ പറമ്പിൽ പണിയെടുക്കാൻ പോകുന്ന ഒരു താഴ്ന്ന ജാതിക്കാരനോട് ചെയ്യുന്ന അതേ അട്രോസിറ്റി തന്നെയാണ് ഈ ഉയർന്ന ജാതിയിലുള്ള സ്ത്രീ കുറഞ്ഞ സ്ത്രീയോട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ആ കാസ്റ്റിസത്തിന്റെ ബലമാണ് അവിടെ കാണുന്നത്. ഇനി സാറ് ചോദിച്ചതിന്റെ വേറൊരു സിനാരിയോ പറയുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ നമുക്കറിയാം ഈ അമ്മായിമ്മ മരുമകൾ ക്ലാഷുകൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പോ ഈ അമ്മായിമ്മ എന്ന് പറഞ്ഞ സ്ത്രീ അവര് വേണ്ടോളൊക്കെ സഫർ ചെയ്തിട്ടാണ് അവരിപ്പോ ഈ പറയുന്ന അമ്മായിമ്മ പൊസിഷനിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ മരുമകൾ വന്ന് കയറി കഴിയുമ്പോഴേക്കും ഈ മകനോട് സ്ക്രൂ ചെയ്ത് കൊടുക്കുകയും മകനെ പറഞ്ഞ് തലക്ക് വെളിവില്ലാണ്ടാക്കുമ്പോഴായിരിക്കും മിക്കവാറും അവൻ ഭാര്യയെ എടുത്തിട്ട് അടിക്കുന്നത്. അപ്പൊ അവിടെ സാറ് പറഞ്ഞ സിനാരിയോന് മാച്ചിങ് കുറച്ച് ആ ഒരു ഇതാണ്. അവിടെ ഈ പറയുന്ന അമ്മായിമ്മ എന്ന സ്ത്രീ അവര് കുറച്ചുകൂടെ ഈ കൺസിഡറേറ്റും കാര്യങ്ങളാണെങ്കിൽ ഈ മരുമകളോട് ഒരു ഡിസ്ക്രിമിനേറ്റഡ് ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടെ സ്മൂത്ത് ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അപ്പൊ അതിന് മറുപടി വാസ്തവം പറഞ്ഞ് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഒരു സ്ത്രീ എന്താ അനുഭവിച്ചിട്ടുണ്ടോ അവര് വിചാരിക്കേണ്ടത് ഇനി വരുന്ന ഒരു പെൺകുട്ടിക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത്, കാര്യങ്ങൾ കുറെ കൂടെ മെച്ചപ്പെട്ടതായിരിക്കണം എന്നാണ് അവർ ചിന്തിക്കേണ്ടത്. അപ്പൊ അതാണ് പറഞ്ഞത്, ബുദ്ധിയാണ് എല്ലായിടത്തും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കുറെ ബയസിങ്ങുകളുണ്ട്. അവർ വിചാരിക്കുന്നത് എന്റെ അമ്മായിമ്മ എന്നോട് ഇങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഈ റാഗിങ്ങിന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. സാറിന് അറിയാലോ, കോളേജുകളിൽ
ഇപ്പോഴാണ് നമുക്ക് നിയമം വഴി പരിരക്ഷയുള്ളത്. നേരത്തെ റാഗിംഗ് എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ റാഗിങ്ങിന് വിധേയരായിട്ടുള്ള കുട്ടികൾ അവർ തീരുമാനിക്കേണ്ടത് എന്താണ്? ഇനി ഒരു ബാച്ചിനോട് ഞങ്ങൾ ഇത് ചെയ്യില്ല, കാരണം ഞങ്ങൾ ഇങ്ങനെ സഫർ ചെയ്തു. പക്ഷെ അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. അടുത്ത ജൂനിയർ ബാച്ച് വരുമ്പോഴേക്കും ഇതിനേക്കാളോ കൂടുതൽ അട്രോസിറ്റിയാണ് അവരവിടെ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കുറെ ഫാക്ടേഴ്സ് ആണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. ഞാൻ അനുഭവിച്ചു, അപ്പൊ ബാക്കിയുള്ളവർ അനുഭവിക്കണതിന് അങ്ങനത്തെയൊക്കെ ചിന്തകളും ബയസിങ്ങുകളാണ്. ഞാൻ പറഞ്ഞൊരു പോയിന്റ് ആണ് ഇവിടെയും ഹൈലൈറ്റ് ആകുന്നത്. ഇറ്റ് ഈസ് ദി ഇന്റലിജൻസ് വിച്ച് വി ഷുഡ് യൂസ്. വി ഷുഡ് ടെൽ ourselves and teach ourselves. ഞാനിത് അനുഭവിച്ചു, പക്ഷെ ഞാനിത് മറ്റൊരാളെ അനുഭവിക്കാനായിട്ട് പാടില്ല എന്നുള്ള നമ്മൾ ഓരോരുത്തരെയും ടീച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഇതിനൊരു പോംവഴി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിയമങ്ങളൊക്കെ എന്തോരം ഉണ്ടായിട്ടും നമ്മൾ കാണുന്നത് ഇപ്പോഴും കാര്യങ്ങൾ പലപ്പോഴും പെട്ടെന്ന് തന്നെ റബ്ബർ ബാൻഡ് വലിച്ചിങ്ങനെ പിടിക്കുമ്പോൾ നീണ്ടു വിടുന്ന നിമിഷം അത് പഴയതുപോലെ ചെറിയൊരു വട്ടമായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോ നമ്മുടെ തീരുമാനമാണ്, നമ്മളാണ് കാര്യങ്ങള് ഇങ്ങനെ വേണം എന്ന് ഡിസൈഡ് ചെയ്ത് അതിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ എൻട്രോപ്പിയെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. നമ്മളൊരു മേശ ഒതുക്കി വെച്ചാല് 2 ദിവസം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വീണ്ടും കെയോസിലേക്ക് പോകുന്ന പോലെയാണ്. അപ്പോ എവറി ടൈം ഒരു ഫോഴ്സ്, യു ഹാവ് ടു അപ്ലൈ എ ഫോഴ്സ് സോ ദാറ്റ് ഓൾ തിങ്സ് ആർ ബാക്ക് ടു നോർമൽ കണ്ടീഷൻ. അതിനെ അങ്ങനെ വിട്ടാതെ പിന്നെയും പഴയ അവസ്ഥയിലോട്ട് തന്നെ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു മാം. ഇപ്പോ പാർവതി അരുൾ ജോഷി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പാർവതി ചോദിച്ചോളൂ. Okay, thank you, sir. Deena ma'am, hello. Actually, your session was really informative. Actually, ഞാൻ പേഴ്സണലി ഇപ്പൊ മാം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ കേട്ട് തുടങ്ങിയപ്പോൾ മുതൽ എന്റെ മൈൻഡിൽ ഇങ്ങനെ സ്ട്രൈക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയാം, ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്ന ഒരാള് ലൈക്ക് നമ്മുടെ സൊസൈറ്റിയിലെ എന്ത് ചേഞ്ച് ഒരു ഫർദർ അതിന്റെ ഒരു ആക്സിലറേഷനിലൂടെ നടക്കണമെങ്കിൽ യൂത്തിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. യൂത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടി ആക്സിലറേറ്റഡ് ആയിട്ട് നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നത് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ കുറെ കാലം വരെ നമ്മളിങ്ങനെ പറയുന്നുണ്ട് യൂത്ത് ഡെവലപ്മെന്റ്, യൂത്തിനെ നമ്മൾ എംപവർ ചെയ്യുന്നു. എനി ചേഞ്ച്, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ജെൻഡർ ഇക്വാളിറ്റി ആയാലും യൂത്തിനെ നമ്മൾ എംപവർ ചെയ്ത് കഴിയുമ്പോൾ അതിന് വലിയ ചേഞ്ച് വരും എന്ന് പറയുന്നു. പക്ഷെ എനിക്കതിലെപ്പോഴും തോന്നാറുണ്ട് ഒരു യൂത്ത് ഡെവലപ്മെന്റ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു യൂത്ത് ലെഡ് ഡെവലപ്മെന്റ്. The empowered youth is helping the other people in the society. അങ്ങനെ ആവുമ്പോൾ കുറച്ചും കൂടി we can also make the other people in the society, അത് ഏത് ഏരിയാസിലായിക്കോട്ടെ, we can make much more change. അപ്പൊ my question is that as a women's college, how we can actively take part in making this gender equality to happen in life. Okay, Parvati, I heard your question. യൂത്ത് ഡെവലപ്മെന്റിനെക്കാളേറെ യൂത്ത് ലെഡ് ഡെവലപ്മെന്റ് അല്ലെ, ആ രണ്ട് വേർഡ്സ് ആണ് പാർവതി ഫോക്കസ് ചെയ്തേക്കുന്നത്. പാർവതി, ലെറ്റ് മീ ടെൽ യു സംതിങ്. യൂത്ത് ലെഡ് ഡെവലപ്മെന്റ് ഒരു കൺസെപ്റ്റും യൂത്ത് ഡെവലപ്മെന്റ് ഒരു റിയാലിറ്റിയുമാണ്. ഇഫ് യു ആർ ഡെവലപ്ഡ്, യൂത്തിന്റെ പ്ലേസിൽ ഞാൻ പാർവതിയെ പ്ലേസ് ചെയ്യാണ്. ഇഫ് പാർവതി ഇസ് ഡെവലപ്ഡ്, obviously Parvati can lead the other Parvatis or the other youth എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അവയർനെസ് ഉള്ള നമ്മളും കൂടുതലായിട്ട് അവയർനെസ് ലഭിക്കുന്ന വ്യക്തികളും അവര് first they try to inculcate it in their lives and then let them be good examples for the rest in the society. Plus വിമൻസ് കോളേജിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. ഇപ്പൊ ഇന്ന് ഈ ഞാൻ തന്നൊരു ടോക്ക്, ഞാനതൊരു അൾട്ടിമേറ്റ് ഒന്നും പറയുന്നില്ല, ഇതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും വന്ന് ചേരാനുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകും. പിന്നെ അതിന് നമ്മൾ ആ ഇക്വാലിറ്റിയിലേക്ക് എത്തിച്ചേരാനായിട്ട് ഞാൻ ബലമായിട്ട് പറയുന്നത് നമ്മുടെ ഇന്റലിജൻസ് തന്നെ, നമ്മുടെ ബയോളജിയെ നമ്മൾ ഫൈറ്റ് ചെയ്യണം, നമ്മുടെ ഇന്റലിജൻസ് നമ്മൾ അതിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ബലമായിട്ട് പറയുന്നത്. അപ്പൊ ആ ഒരു സംഗതി ചിലപ്പോ ഇന്നലെ വരെ പാർവതി കേട്ടിട്ടുണ്ടാവില്ല, ഇന്നായിരിക്കാം ചിലപ്പോ അത് കേട്ടേക്കുന്നത്. അത് ആക്സെപ്റ്റബിൾ ആണെന്ന് പാർവതിക്ക് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഷെയർ ഇറ്റ് വിത്ത്
യുവർ ഫ്രണ്ട്സ്. അവർ കിട്ടുന്ന അവസരങ്ങളിൽ അവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. നോക്കൂ, ഇങ്ങനെ ഒരു ബയോളജി വേഴ്സസ് സോഷ്യോളജി ഫൈറ്റ് നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്നുണ്ട്, ഒരു സ്പ്ലിറ്റ് ഉണ്ട്. അപ്പോ വിമൻസ് കോളേജ് ആണെങ്കിലും ഈ വിമൻസ് കോളേജിൽ എല്ലാവരും ഇന്ന് ഈ ടോക്ക് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ പാർവതിക്ക് വേണമെന്നുണ്ടെങ്കിൽ പാർവതിയുടെ ചെറിയ ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിമൻസ് സെൽ ഉണ്ടെങ്കിൽ ഒരു വിമൻസ് സെല്ലിന്റെ ഒരു ടോക്കായിട്ടോ ഒക്കെ നിങ്ങൾക്ക് തന്നെ ഇത് അറേഞ്ച് ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. അതല്ല ഞാൻ പറയുന്നത്. അപ്പൊ ആദ്യം ഈ പാർവതി ഡെവലപ്മെന്റ് ആൻഡ് ദെൻ പാർവതി ലെഡ് ഡെവലപ്മെന്റ്. ആക്സെപ്റ്റബിൾ ആണോ? ആക്സെപ്റ്റബിൾ ആണോ? പിന്നെ വൺ മോർ തിങ് പാർവതി, സിൻസ് യു ആർ അൺമ്യൂട്ടഡ്, ഞാൻ ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു. ഞാൻ എന്റെ ഫസ്റ്റ് സ്ലൈഡ്, ഈ ഇതിന്റെ ടൈറ്റിൽ സ്ലൈഡ് കാണിച്ചപ്പോ ഞാനൊരു ഇമേജ് കാണിച്ചിരുന്നു. അതിനോടൊപ്പം ഒരു ഇമേജ് ഉണ്ടായിരുന്നു. ആ ഇമേജിന് എന്തെങ്കിലും ഒരു റിമാർക്കബിലിറ്റി ഉള്ളതായിട്ട് പാർവതിക്ക് തോന്നിയോ? റികളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ ഇമേജ്? ജെൻഡർ ഇക്വാളിറ്റി ചേഞ്ചിങ് ഡെഫിനിഷൻസ് എന്നുള്ള, അതെ, ഓർക്കുന്നുണ്ടോ അത്? ഒന്നും കൂടി കാണിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓർക്കാൻ ഇമേജ് മനസ്സിലേക്ക് വരുന്നില്ല. ഓക്കെ, എനിക്കത് അറിയാൻ വേണ്ടി മാത്രമാണ്. ആരെങ്കിലും അത് ശ്രദ്ധിച്ചിരുന്നോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. എന്തായാലും പാർവതിക്ക് അത് മനസ്സിലേക്ക് വരുന്നില്ല. ബാക്കിയുള്ളവർ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് ഞാൻ ആദ്യം കാണിച്ച സ്ലൈഡ്. ഈ സ്ലൈഡിന് ഇതിൽ കാണുന്ന ഇമേജിന് എന്തെങ്കിലും ഒരു സ്ട്രൈക്കിംഗ്നെസ് ഉണ്ടോ പാർവതി? എനിക്ക് സ്ലൈഡ് കാണുന്നില്ല. ഷെയർ ചെയ്തിട്ടുണ്ട് ഒന്ന് നോക്കൂ. ഞാനിപ്പോ ആ സ്ലൈഡാണ് പ്ലേ ചെയ്തേക്കുന്നത്. മനോസാര കാണാനുണ്ടോ പ്രസന്റേഷൻ? ഒരു മിനിറ്റ്, കാണാമോ? കാണാവുന്നു. മാഡം ഇപ്പോഴും പ്രസന്റിംഗ് മോഡിൽ തന്നെയല്ലേ? അതെ. ഇപ്പൊ കാണാം. കാണുന്നുണ്ടോ മോളെ? ഉണ്ട് മാം, കാണാനുണ്ട്. മറുപടി പറഞ്ഞില്ല മോള്? യെസ് മാം, കാണാനുണ്ട്. there is a symbol, ഒരു മെയിൽ സിംബൽ ഉണ്ട്, ഫീമെയിൽ ഉണ്ട്, ആൻഡ് ലൈക്ക് both are mixed together. Okay, exactly. അപ്പൊ അതെന്തായിരിക്കും സിഗ്നിഫൈ ചെയ്യുന്നത്? ലൈക്ക് ഇനിയും കൈൻഡ് ഓഫ് റീകോമ്പിനേഷൻസ് ഇസ് പോസിബിൾ. ഇറ്റ്സ് എ വൈഡ് കോൺസെപ്റ്റ് എന്നുള്ളത്. കേട്ടില്ല മോളെ, ഒന്നുകൂടെ പറഞ്ഞേ. ഇനിയും ഇപ്പോ വി ജസ്റ്റ് രണ്ടിനെയും ഈക്വലായി നമ്മള് ഒരു പുതിയൊരു ജെൻഡർ എന്ന രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇനി അതിന്റെ ചിലപ്പോൾ 3/4 ആവാം, അല്ലെങ്കിൽ 1/4 ആവാം. പുതിയ ഡയമെൻഷൻസും അതിൽ നിന്ന് നമുക്ക് പോസിബിൾ ആണ് എന്നുള്ളൊരു ഐഡിയ ആണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ മെയിൽ ഫീമെയിൽ എന്നുള്ള കൺസെപ്റ്റ് ഇറ്റ് ഹാസ് എൻഡഡ്. കുറെ കൂടി ഡോമിനന്റ് ആയിട്ട് വരുന്നത് ആ സെന്ററിലുള്ള ഫിഗർ അല്ലേ? അപ്പൊ മോള് പറഞ്ഞ പോലെ തന്നെ അവിടെ ഇനി പല പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസും പോസിബിൾ ആണ്. ഇതാണ് ഞാൻ റക്സ് ആയിട്ട് വിചാരിക്കുന്നത്. ഞാൻ സംസാരിച്ചതിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സംഗതിയോടുള്ള നമ്മുടെ ആക്സെപ്റ്റബിലിറ്റിയും കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, താങ്ക് യു മോളെ. താങ്ക് യു പാർവതി. താങ്ക്സ് പാർവതി കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ ചെയർപേഴ്സൺ ആയിരുന്നു. ചെയർപേഴ്സൺ എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ മാഡത്തിന്റെ ഇനി അയന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മാം, ഈസ് എത്തിക്കൽ ഈഗോയിസം എൻഡോഴ്സിംഗ് ഡിസ്ക്രിമിനേഷൻ? അങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈസ് എത്തിക്കൽ ഈഗോയിസം എൻഡോഴ്സിംഗ് ഡിസ്ക്രിമിനേഷൻ? എത്തിക്കൽ ഈഗോയിസം എന്നുകൊണ്ട് കുട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത്? അയന ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് പറയാവോ? ഒന്ന് സംസാരിക്കും. മോളൊന്ന് പറഞ്ഞേ. അയന Oh, hello, sir. Yeah. Okay, ma'am. I just loved your session. It was super informative, by the way. Thank you.
Okay, so my question is that I want you to explain what is ethical egoism, and ethical egoism endorse discrimination too. That's my question. Okay, and I would like to know what you mean by ethical egoism. What do you mean by that? I wanted to know like whether ethical egoism differ from rational egoism. Exactly. Tell me what is it that you mean by ethical egoism? It is like that ethical position, or like you have got like moral agents who actually says that talk about the self-interest and all those things. So how is this ethical egoism endorsing discrimination, or will that endorse discrimination? That's my question. It's like anything else. Nothing special about ethical egoism. If a person is trying to project herself, that's what you mean by this ethical egoism. There is some kind of disturbance going on. Sorry. So project herself. Okay, and if she's doing it unproportional, obviously that is going to bring about a clumsy situation, isn't it? So what she is trying to discriminate will not work out. That's what I feel. Okay, ma'am. Thank you. അപ്പോൾ എനിക്ക് തോന്നുന്നു വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായ സിസ്റ്റർ അഞ്ജനയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. Good afternoon to all. I feel immense pleasure to take opportunity to propose vote of thanks to eminent Dr. Patricia Robin, College Librarian, Assistant Coordinator, Women's Cell, St. Michael's College, Cherdala. She spent time to grace the webinar with extremely address on gender equality, changing definition. She rightly talked about the difficulties and obstacles suffered by women, historical development and evolution of humanity, how to achieve gender equality, how to overcome biasing, how to support society for women and transgender, how to respect human beings, etc. From her talk, we understood she is a good teacher, good mother, good woman, good mother, good sister, etc. Thank you, ma'am, for your valuable information, inspiration, and motivation. Thank you. Thanks a lot. I would further extend hearty thanks to Principal Dr. Sister Asha Teres and college community, and especially thanks to our HOD, Dr. Deena Anthony, and webinar coordinator, Dr. Vivida Joseph, and all my colleagues. My deep sense of appreciation and thanks to all participants who choose to live with us and attending this seminar with great enthusiasm. Once again, thank you, ma'am, thank you all, thank you. Thanks a lot. Thank you all. Thank you, ma'am. Thank you all. Once again, thanks to all. You may leave the meet. Thank you.